الحمد لله حمدا كثيرا طيبا مباركا كما يحب ربنا يرضى. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى تدبر القرآن تحت إشراف فهم القرآن على أيسر الطريق. ഖുർആൻ പഠനത്തിന് എളുപ്പവഴിയിൽ നടന്നു വരുന്ന തദബ്ബുറുൽ ഖുർആൻ പഠന പരമ്പരയിലെ മൂന്നാം ജൽസത്ത് സാലിസ, മൂന്നാമത്തെ സിറ്റിംഗ് ആണ്, മൂന്നാമത്തെ സെഷൻ. ونحن اليوم سنتحدث من آية 17 إلى آية 24 إن شاء الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. مثلهم كمثل الذي استوقد نارا فلما أضاءت ما حوله ذهب الله بنورهم وتركهم في ظلمات لا يبصرون صم بكم عمي فهم لا يرجعون أو كصيب من السماء فيه ظلمات ورعد وبرق يجعلون أصابعهم في آذانهم من الصواعق حذر الموت والله محيط بالكافرين يكاد البرق يخطف أبصارهم كلما أضاء لهم مشوا فيه وإذا أظلم عليهم قاموا ولو شاء الله لذهب بسمعهم وأبصارهم إن الله على كل شيء قدير. يا أيها الناس اعبدوا ربكم الذي خلقكم والذين من قبلكم لعلكم تتقون الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة من مثله وادعوا شهداءكم من دون الله إن كنتم صادقين فإن لم تفعلوا ولن تفعلوا فاتقوا النار التي وقودها الناس والحجارة أعدت للكافرين. طيب، ഇസ്തൗഖദ കത്തിച്ചു, ഇസ്തൗഖദ കത്തിച്ചു, അദാഅ പ്രകാശിച്ചു, അദാഅ യുദീഉ, ഇസ്തൗഖദ ഇസ്തഗ്ഫറ യസ്തഗ്ഫിറു ഗ്രൂപ്പാണ്, അതുകൊണ്ട് ഇസ്തൗഖദ യസ്തൗഖിദു, ഇസ്തൗഖദ യസ്തൗഖിദു. അടുത്തത് അദാഅ യുദീഉ, അൻസല യുൻസിൽ ഗ്രൂപ്പാണ്, അദാഅ യുദീഉ. ദഹബ ബി എന്ന് പറഞ്ഞാൽ പോക്കിക്കളഞ്ഞു, ദഹബ പോയി, ദഹബ ബി പോക്കിക്കളഞ്ഞു. അപ്പോ ട്രാൻസിറ്റീവ് അല്ലാത്ത വെർബിനെ ട്രാൻസിറ്റീവ് ആക്കാൻ വേണ്ടിയുള്ള പ്രയോഗമാണ്. ദഹബ പോയി, പോയി എന്ന് പറഞ്ഞാൽ അതെന്തല്ല, കർമ്മം ആവശ്യമുള്ള ക്രിയയല്ല, കർമ്മം ആവശ്യമില്ലാത്ത ക്രിയ. ദഹബ പോയി, ആര് പോയി? പോയ ആള് പോയി. അതേസമയം എന്തിനെ പോയി എന്ന് ചോദ്യം വരിക. അപ്പൊ അതുകൊണ്ട് എന്തായി, അപ്പൊ അതിനെ എന്ത് ചെയ്തു, ബി ചേർത്താൽ ട്രാൻസിറ്റീവ് ആയ വെർബ് ദഹബ ബി. അപ്പൊ പോക്കിക്കളഞ്ഞു, എന്തിനെ പോക്കിക്കളഞ്ഞു? നൂറിനെ പോക്കിക്കളഞ്ഞു. പക്ഷെ അവിടെ മഫ്ഊൽ ബിഹി ആയിട്ടല്ല വരിക, പിന്നീട് ബി വന്നതുകൊണ്ട് കസ്ർ ചെയ്യപ്പെട്ട പദമായിട്ടായിരിക്കും വരിക. തറക്കഹും ഫീ ളുലുമാത്തിൽ ലാ യുബ്സിറൂൻ. മുമ്പ് നമ്മൾ ഗ്രാമറെല്ലാം പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടായി കേട്ടാ. നിങ്ങൾക്ക് ഫുൾ ഗ്രാമർ നന്നായിട്ട് പഠിപ്പിച്ചതാ, ഇതേപോലെ വേറെ ഒരു ബാച്ചിനും പഠിപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഈ മറ്റുള്ള ആൾക്കാരൊക്കെ പരാതി പറയുന്നത്. കർമ്മം ആവശ്യമുള്ളത് എന്ന് മലയാളത്തിൽ പറഞ്ഞായിരുന്നു. കർമ്മം ആവശ്യമുള്ളതാണ് ട്രാൻസിറ്റീവ് എന്ന് ഇംഗ്ലീഷ് പറയും. അതായത് ലറബ സെയ്ദുൻ അംറൻ. അപ്പൊ ലറബ സെയ്ദുൻ എന്ന് പറഞ്ഞാൽ സെയ്ദ് അടിച്ചു. അപ്പൊ ഉടനെ ചോദിക്കും ആരെ അല്ലെങ്കിൽ എന്തിനെ എന്ന് പറയും. അപ്പൊ അങ്ങനെ ഒരു ചോദ്യമുണ്ടെങ്കിൽ അതിനാണ് ട്രാൻസിറ്റീവ് ആയ വെർബ് അല്ലെങ്കിൽ കർമ്മം ആവശ്യമുള്ള വെർബ് എന്ന് പറയും. ഓക്കെ. ബിനൂരിഹിം വതറക്കഹും, തറക്കയുടെ മുളാരിയാണ് തറക്ക യത്തുറുക്കും, തറക്ക യത്തുറുക്കും ഉപേക്ഷിച്ചു.
ദുലുമാത്തുൻ ദുലുമാത്തുൻ അന്ധകാരം. ലാ യുബസിറൂൻ അബ്സറ യുബസിറു കണ്ടു. അബ്സറ യുബസിറു. ലാ യുബസിറൂൻ അവർ കാണുന്നില്ല. സുമ്മുൻ ബുക്കുമുൻ ഉമ്യുൻ. അപ്പൊ സുമ്മുൻ അസമ്മു ബഹുവചനമാണ് സുമ്മുൻ. ബുക്കുമുൻ അബുക്കമുവിന്റെ ബഹുവചനമാണ് ബുക്കുമുൻ. അഅ്മയുടെ ബഹുവചനമാണ് ഉമ്യുൻ. എഴുതി തന്നിട്ടുണ്ടാവും നേരത്തെ. ലാ യർജിഊൻ റജാ യർജിഉ. ഔ കസയ്യിബിൻ അന്നാ സബബ്നൽ മാഅ സബ്ബ എന്ന് പറഞ്ഞല്ലോ. കാരണം കുത്തി ഒഴുകുന്ന മഴ എന്ന് പറയും. അതാണ് സയ്യിബ്. പേമാരി അല്ല, പേമാരി എന്ന് പറയാൻ പറ്റില്ല. ശക്തിയായ മഴ. നമ്മൾ പണ്ട് മലയാളത്തിൽ പഠിച്ചു വെച്ചുകൊണ്ട് അങ്ങനെ വന്നു പോയതാ. മാരിക്ക് പേ ഇളകാറില്ലെന്നാണ്. കാരണം അള്ളാണ് അത് കണക്കിന് ഇറക്കുന്നത്. അപ്പൊ പേമാരി എന്ന് പറയാൻ നമ്മളെ ഭാഷയിൽ പറ്റില്ല. ഒരു മുസ്ലിമിന് പേമാരി എന്ന് പറയാൻ പറ്റില്ല. ശക്തിയായ മഴ. ഔ കസയ്യിബിൻ മിനസ്സമാഇ ഫീഹി ദുലുമാത്തുൻ. ആ ശക്തിയായ മഴയിൽ ദുലുമാത്തുൻ എന്തുണ്ട്? അന്ധകാരങ്ങളുണ്ട്. വറഅദുൻ ഇടിയുണ്ട്. വബർഖുൻ ഇടിനാദം. റഅദുൻ ഇടിനാദം. ബർഖുൻ മിന്നൽ പിണർ. യജ്അലൂന അസാബിഅഹും. ഇസ്ബഇന്റെ ബഹുവചനമാണ് അസാബിഅ. ഇസ്ബഉൻ ജംഉഹു അസാബിഅ. അപ്പൊ മനസ്സിലായി ഏതൊക്കെയാണ് അതിന്റെ സ്പെല്ലിംഗ് എന്ന്. ഇസ്ബ എന്ന് പറയുമ്പോൾ ഹംസ് താഴെ എഴുതണം, അലിഫിന്റെ താഴെ. പിന്നെ സ്വാദിന് സുക്കൂൻ, ബഇന് ഫത്ഹ്, ഐന്. ഇസ്ബ അസാബിഅ. ഇസ്ബഇന്റെ ബഹുവചനം അസാബിഉ. മസാജിദ് പോലെ അസാബിഉ. ഫി ആദാനിഹിം. ഉദുനുൻ ജംഉഹു ആദാൻ. ഉദുനിന്റെ ബഹുവചനമാണ് ആദാൻ, കാതുകൾ. സവാഇഖ് സ്വാഇഖത്തുൻ. സ്വാഇഖത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കിയാൽ സ്പെല്ലിംഗ് അറിയാം. സവാഇഖ് വരുമ്പോ സ്വാഇഖത്ത് സ്വാദ് അലിഫ് ഐന് ഖാഫ് താ മർബൂത്ത ക്ലോസ്ഡ് താ. സ്വാഇഖത്തുൻ അതിന്റെ ബഹുവചനമാണ് സവാഇഖു. അപ്പൊ മിനസ്സവാഇഖ് എന്ന് കസ്റ വരാൻ കാരണം അൽ വന്നതുകൊണ്ട്. സവാഇഖു എന്ന് ഗൈർ മുൻസരിഫായിട്ടാണ്. ഷയാത്തീനുമല്ല. സവാഇഖു മസാജിദു. ഷയാത്തീൻ മസ്കീനാണ്, മസാക്കീനാണ്. മസാക്കീൻ വസനാണ്. മസാക്കീൻ രൂപമാണ് ഷയാത്തീൻ. മസാജിദ് വസനാണ് സവാഇഖ്. മിനസ്സവാഇഖ്. കോഫി. സാരിക്കത്തുൽ സവാഇഖു. ഹദറ. ഹദർ എന്ന് പറഞ്ഞാൽ ഭയപ്പെട്ടു. ഹദർ മുന്നറിയിപ്പ് എന്നും അർത്ഥമുണ്ട്. വാണിംഗ്. എന്താ? ഹദറൽ മൗത്ത് മരണത്തെ പേടിച്ചു. വല്ലാഹു മുഹീത്തുൻ. അഹാത യുഹീതു വലയം ചെയ്തു. അഹാത യുഹീതു. അലാ യുഹീതുന ബിശൈഇൻ മിൻ ഇൽമിഹി എന്നൊക്കെ നമ്മൾ എല്ലാ ദിവസവും പറയും. അഹാത്ത വലയം ചെയ്തു. മുഹീത്ത് വലയം ചെയ്യുന്നവൻ. ഇഹാത്തത്തുൻ വലയം ചെയ്യൽ. ബിൽ കാഫിരീൻ. യകാദുൽ ബർഖു. യഖ്തഫു അബ്സാറഹും. ഗ്രാമറിൽ എവിടെ വന്നിട്ടുണ്ട്? കാദ. لكان بات صار أمثال يصل الماذا ما يكسب عليه أصبح هذا بارخا لكن كاد البرق يختف أبو آغان എടുത്തു. يختف أبصارهم. برق يختف أبصارهم. خطف يختف. റാഞ്ചി എടുത്തു. അതായത് കഴുകൻ
കഴുകൻ റാഞ്ചി എടുത്തോളൂ, പരന്തൊക്കെ റാഞ്ചി എടുക്കുമല്ലോ, അതിനാണ് ഖതഫ യഖ്തഫു എന്ന് പറയുന്നത്. റാഞ്ചി എടുത്തു. യകാദുൽ ബർഖു യഖ്തഫു. അപ്പൊ എന്താണ്? കാത യക്കാദു ആണ്. കാത യക്കാദു, കാത യക്കാദു ആകാനെടുത്തു. കാത യക്കീദു തന്ത്രം പ്രയോഗിച്ചു. നമ്മൾ പണ്ട് പ്രാസം ഒപ്പിച്ചൊക്കെ എഴുതാറുണ്ടായിരുന്നു. അതേപോലെ പ്രാസം ഒപ്പിച്ച് വരുന്ന വാക്കുകൾ അപ്പോഴപ്പോഴും എഴുതിയിട്ടേക്കണം. ഒരിക്കൽ കൂടി എഴുതിയോണ്ട് കുഴപ്പമൊന്നുമില്ല. ഖതഫ യഖ്തഫു, റാഞ്ചി എടുത്തു. അബ്സാറിന്റെ ഏകവചനമാണ് ബസറുൻ. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ. ബസറുൻ, അതിന്റെ ബഹുവചനം അബ്സാർ, അബ്സാറുൻ. കുല്ലമ അദാഅ, കുല്ലമ എന്ന് പറഞ്ഞാൽ ആയിരിക്കുമ്പോഴെല്ലാം, അദാഅ പ്രകാശിച്ചു, അദാഅ യുദീഉ, അദാഅ യുദീഉ പ്രകാശിച്ചു, അല്ലെങ്കിൽ പ്രകാശം വരുത്തി. മശൗ, മശ യംഷി, മശ യംഷി, യംഷൂന, മശ മശൗ, മശൈത മശൈതു, മശൈത മശൈതു, യംഷി യംഷൂന, തംഷി തംഷൂന, അംഷി നംഷി. ഇംഷി ഇംഷു, ലാ തംഷി ലാ തംഷു. പഠിച്ചിരിക്കുന്ന നല്ലതാണ്. കുറെ രൂപങ്ങളൊക്കെ ഖുറാനിൽ വന്നിട്ടുണ്ട്. മാഷിൻ മംഷിയുൻ, മഷിയുൻ, യമഷത് യതംഷി. അപ്പൊ മശൗ, അവർ നടന്നു. കുല്ലമ അദാഅ ലഹും, അവർക്ക് പ്രകാശം വരുത്തുമ്പോഴെല്ലാം. മശൗ, അവർ നടന്നു. ഫീഹി, ആ പ്രകാശത്തിൽ. വെയിറ്റ് വരും, ഒരിക്കൽ കൂടെ വരും കേട്ടോ. അദ്ലമ യുദ്ലിമു, അന്ധകാരാവൃതമായി. അദ്ലമ യുദ്ലിമു, അദ്ലമ യുദ്ലിമു, അന്ധകാരാവൃതമായി. അദ്ലമ അലൈഹിം ഖാമു, അദ്ലമ അലൈഹിം ഖാമു, ഖാമു അവർ നിന്നു. ഒറ്റവാക്കത്ത് മാത്രം നോക്കി, പ്രായത്തിന്റെ അർത്ഥം രണ്ടാമത് പറയാം. ദഹബ ബിസംഇഹിം, അവന്റെ കേൾവി. എവിടെ എന്താണ്? സമഅ, ഇന്ന സമഅ വൽ ഫുആദ. അപ്പൊ കേൾവി, ദഹബ ബിസംഇഹിം, അവരുടെ കേൾവിയെ പോക്കിക്കളഞ്ഞു. ദഹബ ബിസംഇഹിം. ലൗ ശാ അല്ലാഹു ലദഹബ, അല്ലാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ പോക്കിക്കളയുമായിരുന്നു. അബ്സാരിഹിം ബിസംഇഹിം വ അബ്സാരിഹിം, അവരുടെ കേൾവിയെയും, അബ്സാർ എന്ന് പറഞ്ഞ കണ്ണുകളല്ല, ഇവിടെ കാഴ്ച ശക്തിയാണ്, കാഴ്ചയെയും പോക്കിക്കളയുമായിരുന്നു. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ യാ അയ്യുഹന്നാസു ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. ഇവിടെ മിൻ വന്നപ്പോൾ എന്തായി? ഖബലിന് കസ്ർ വന്നു. കാരണം ഖബലിന്റെ ബഅദില് കും വന്നിട്ടുണ്ട്. ഖബലിന്റെ ശേഷം കും ചേർന്ന് വന്നതുകൊണ്ട് ഖബലിന് കസ്ർ വന്നു. മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി. അല്ലദീ ജഅല ലക്കുമുൽ അർദ ഫിറാശൻ, ജഅലക്ക് രണ്ട് കർമ്മം ഉണ്ടാവും. ഒബ്ജക്റ്റ് ജഅല, അവനാക്കി, ലക്കും നിങ്ങൾക്ക്, അൽ അർദ ഭൂമിയെ എന്താക്കി? ഫിറാശൻ, വിരിപ്പാക്കി. ജഅലയിലെ ഒന്നാമത്തെ കർമ്മം അൽ അർദ്, രണ്ടാമത്തെ കർമ്മം ഫിറാഷ്. മനസ്സിലാകാത്തവര് ഇനിയും പറയും, അപ്പോഴും മനസ്സിലാകാമെന്ന് വിചാരിക്കുക. പിന്നെ നമ്മൾ ഗ്രാമർ 8:30 മുതൽ 8:45 വരെ ഗ്രാമർ എടുക്കും. അതിനിടയിൽ വേറെ പഴയ സംശയം ഉണ്ടെങ്കിൽ അതും ചോദിക്കാം. അപ്പൊ അത് കൊണ്ട് നിങ്ങൾ എന്താവും? അൽബക്ര പഠിച്ചു കഴിയുമ്പോൾ എല്ലാം ഉറപ്പാവും, കൺഫേം ആവും. പിന്നെ വേറെ ഒന്നും ചിന്തിക്കാനില്ല. തദബ്ബുറാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇത് പഠിക്കുന്നത്. അപ്പം ചിന്ത എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഉറച്ചിരിക്കും. ഈ ചിന്ത വന്നില്ല, നിങ്ങൾ ഒരു തക്കുവ വരാൻ പോണത് എവിടെയാണ്, എന്തുകൊണ്ട്, ഏത് കാര്യത്തിലാണ് തക്കുവ, ഏത് കാര്യം പറഞ്ഞതിന് ശേഷമാണ് ഇത്തക്കുവ എന്ന് പറയാൻ പറഞ്ഞു ആയത്ത് മൊത്തം എഴുതി വെച്ചാൽ തദബ്ബുറായില്ല. ഉസ്താദ് പറഞ്ഞ ചോദ്യം മനസ്സിലായില്ല, ഉത്തരം മനസ്സിലായില്ല. എന്ത് പറഞ്ഞതിന് ശേഷമാണ് ഇത്തഖു എന്ന് പറഞ്ഞത് എന്നാ ചോദിച്ചുള്ളൂ. അപ്പോ പരീക്ഷയെ കുറിച്ച് പറഞ്ഞതിന് ശേഷം ഇത്തഖു എന്ന് പറഞ്ഞു, യുദ്ധത്തെ കുറിച്ച് പറഞ്ഞ ശേഷം ഇത്തഖു എന്ന് പറഞ്ഞു. ഇത്ര മാത്രമേ എഴുതേണ്ടേ ഉള്ളൂ. അപ്പൊ തദബ്ബുറാകണമെങ്കിൽ എന്ത് വേണം? ആ വിഷയം എന്താണ് എന്ന് എടുത്തെഴുതുക. അപ്പൊ തദബ്ബുറാവുള്ളൂ. അപ്പൊ കലീലമ്മ തദക്കറൂൻ തഅഖിലൂൻ, കുറച്ച് മാത്രമേ ചിന്തിക്കുള്ളൂ. അതാണ് ഇത് ലോക്ക്ഡൌൺ ആണോ നടക്കി വൈ ചോദിക്കുന്നത്. ഓക്കെ, ഫിറാഷൻ. അപ്പോൾ ജാലയുടെ രണ്ട് കർമ്മമുണ്ട്. ജാല ഒന്നാൽ രണ്ട് കർമ്മമുണ്ടെന്ന് നോക്കണം. ജാലക്കുമുൽ അർദ ഫിറാഷൻ, വിരിപ്പാക്കി. സമാഅ, ആകാശത്തെ ആക്കി. ബിനാഅൻ, ഒരു ബിനാ എന്ന് പറഞ്ഞാൽ
ബിൽഡിംഗ് എന്നാണ്, കെട്ടിടമാക്കി. ഒരു വിധാനം. വിധാനം ആര് പറഞ്ഞെന്ന്? ഞാൻ പറഞ്ഞ ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്ന വാക്കിന്റെ അടുത്ത് പറയരുതെന്ന്. കെട്ടിടം, ബിൽഡിംഗ്. ആ മേലാപ്പ്. മേലാപ്പെന്ന് ആര് പറഞ്ഞെന്ന്? ഞാൻ എഴുതുന്ന അങ്ങനെയാണോ? ബിന എന്ന് പറഞ്ഞ കെട്ടിടം, ഒരു വലിയ കെട്ടിടമാക്കി. അപ്പൊ ആ കെട്ടിടത്തിന്റെ അകത്ത് നിങ്ങൾ എന്തായിരുന്നു? സുരക്ഷ. ഞാനിപ്പോ കെട്ടിടത്തിനകത്തായിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ മണൽ വീഴില്ല, പൊടി വീഴില്ല, മഞ്ഞ് വീഴില്ല, മഴ പെയ്ത വെള്ളം വീഴില്ല, എല്ലാം എന്താണ്? സേഫാണ്. അപ്പൊ നിങ്ങൾ ഒരു വലിയ ആകാശമാകുന്ന ഒരു വലിയ കെട്ടിടത്തിന്റെ താഴെയാണുള്ളത്. എന്താണ്? പ്രൊട്ടക്ഷൻ ലെയർ ഉണ്ട് അവിടെ. പിന്നെ ഓസോൺ പാളിയൊക്കെ അവിടെ ഉണ്ടായത് വിള്ളൽ സംഭവിക്കുന്നുള്ളത് വേറെ കാര്യം. അത് നമ്മളെ കത്തിക്കരുതെന്ന് പറഞ്ഞാൽ കത്തിക്കും, ടയർ കത്തിക്കരുതെന്ന് പറഞ്ഞാൽ ടയർ കത്തിക്കും, പ്ലാസ്റ്റിക് കത്തിക്കരുതെന്ന് പ്ലാസ്റ്റിക് കത്തിക്കും. എന്ത് ചെയ്യണം? സമാ എന്നിപ്പോ വീണ്ടും പറയണം. അന്ന് ഖുറാനിൽ പറഞ്ഞത് ജനങ്ങളുടെ കൈകൾ കരങ്ങൾ പ്രവർത്തിച്ചത് കാരണമായിട്ടാണ് കരയിലും കടലിലും കുഴപ്പമുണ്ടായെന്നാണ്. അന്ന് കരയിലും കടലിലും മാത്രമേ കുഴപ്പമുണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ആകാശത്തും കുഴപ്പമുണ്ടായി. കാരണം നമ്മൾ ചെയ്തു വെച്ചതിന്റെ ഫലമായി. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു കെട്ടിടം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകാത്തത്. ആകാശത്തെ ഒരു വലിയ കെട്ടിടമാക്കി തന്നു, ഒരു വലിയ പ്രൊട്ടക്ഷൻ ലെയർ ആക്കി ഉണ്ടാക്കി. നമ്മൾ വിചാരിക്കും നമ്മുടെ വീടുള്ള ഭയങ്കര പ്രൊട്ടക്ഷൻ ഉണ്ട്. അതിനപ്പുറം പ്രൊട്ടക്ഷൻ നമുക്ക് ആവശ്യമാണ്. അല്ലെങ്കിൽ സൂര്യന്റെ രശ്മിയൊക്കെ അങ്ങ് നേരിട്ട് പതിച്ചാൽ കരിഞ്ഞ് ചാമ്പലൊന്നും ഉണ്ടാവില്ല, പിന്നെ ഒന്നും ഉണ്ടാവില്ല, ആവി എന്ന് പറയാനുണ്ടാവില്ല. അത് ഇതൊന്നും അല്ലാതെ. അതാണ് സൂര്യകിരണത്തിന്റെ ശക്തി എന്ന് പറയും. അപ്പൊ അതാണ് ബിന. അല്ല, നമ്മൾ ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കുന്നൊന്നും അല്ല ശരിക്കും. ട്രാൻസ്ലേഷൻ പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പദങ്ങളാണ്. നമ്മൾ തദബ്ബറാക്കുന്ന അതിനപ്പുറമാണ്. അതുകൊണ്ടാണ് ചില ആൾക്കാർ ട്രാൻസ്ലേഷൻ ഉപയോഗിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ട്രാൻസ്ലേഷൻ അല്ല ഉപയോഗിക്കേണ്ടത്. ചോദിച്ചു കിങ്സ് യൂണിവേഴ്സിറ്റിയുടെ സൈറ്റ് ഇംഗ്ലീഷിലുണ്ടോ? ഇംഗ്ലീഷിലല്ല പോകേണ്ടത്, നമ്മൾ അറബിയിലാണ് പോകേണ്ടത്. അറബി പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അഞ്ചല മിനസ്സമായി മാഅൻ. അപ്പൊ അഞ്ചല മിനസ്സമായി മാഅൻ. അപ്പൊ അഞ്ചല എന്താണ്? ട്രാൻസിറ്റീവ് ആയ വെർബാണ്, കർമ്മം ആവശ്യമായ വെർബാണ്. അഞ്ചല ഇറക്കി. അപ്പൊ ആരിറക്കി? അവനിറക്കി. നേരത്തെ പറഞ്ഞു, അല്ലെങ്കിൽ ജാലക്കുമുള്ള ഫിറാഷൻ. പിന്നീട് അഞ്ചല ഇറക്കി. എന്തിനെ ഇറക്കി? എന്തിനെ ഇറക്കി എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് അതിന്റെ ഒബ്ജക്റ്റ് അഥവാ കർമ്മം. അതിനാണ് ട്രാൻസിറ്റീവ് വെർബ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ. മാഅൻ. അപ്പോ വെള്ളത്തെ ഇറക്കി. അഖ്റജ ബിഹി മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും. അപ്പൊ അവിടെ നിന്ന് റിസ്ഖൻ ഹാലായിട്ടാണ് വന്നിരിക്കുന്നത്, ആഹാരമായ നിലയിൽ. മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും. സമറാത്തുൻ ഫലം. മിനസ്സമറാത്തി റിസ്ഖൻ ലക്കും. അപ്പൊ വ്യത്യസ്ത ഫലങ്ങൾ നിങ്ങൾക്ക് ഉൽപ്പാദിപ്പിക്കുന്നു. അഖ്റജ എന്ന് പറയുമ്പോൾ പുറപ്പെടുവിച്ചു, പുറത്താക്കി, ഉൽപ്പാദിപ്പിച്ചു എന്നൊക്കെ അർത്ഥമുണ്ട്. ലാ തജാലൂ ലില്ലാഹി അൻദാദൻ. നിദ്ദുന്റെ ബഹുവചനമാണ് അൻദാദ്. നിദ്ദുൻ തുല്യൻ, സമൻ തുല്യൻ. നിദ്ദുൻ അൻദാദ് അതിന്റെ ബഹുവചനം. നിദ്ദുൻ അൻദാദ്. വ അൻതും തഅലമുൻ. വാവുൽ ഹാല്. വ അൻതും തഅലമുൻ, നിങ്ങൾ അറിയുന്നവരായ അവസ്ഥയിൽ. വ ഇൻ കുൻതും ഫീ റൈബിൻ. റൈബ് സംശയം, നേരത്തെ പറഞ്ഞു. ലാ റൈബ ഫീഹി. ഇവിടെ ഒരു വാക്ക് കണ്ടാൽ അതിന്റെ ഏകോചനോ ബഹുവചനോ പറയുമ്പോഴത്തേക്ക് ആ അക്ഷരങ്ങൾ അവിടെ ഉണ്ടാവുള്ളൂ എന്ന് നോക്കണം. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, സാഴക്കത്ത് സവാഴക്ക് പറഞ്ഞപ്പോ സാഴക്കത്തിന്റെ സവാഴക്ക് വരുമ്പോ സാഴക്കത്ത് എങ്ങനെ വരും? അപ്പൊ അൻഡാദ് വരുമ്പോൾ അൻഡാദ് നിങ്ങൾ യുദ്ധം എന്ന് പറഞ്ഞ അപ്പൊ ഞാൻ എവിടെ പോയി?
അത് നമ്മൾ ചിന്തിക്കണം, കുറച്ച് ചിന്തിക്കണം. അപ്പൊ അഞ്ചാമെന്ന് പറഞ്ഞിടത്ത് 3 അക്ഷരം ഉണ്ടോ നോക്കണം. 3 അടിസ്ഥാന അക്ഷരം. നൂന് ദാല് ദാല്, നൂന് ദാല് ദാല് ഇതിന്റെ ബേസിക് ലെറ്റേഴ്സ് ആണ്. ഇത് ചാഞ്ചല്യം ഉണ്ടാകുന്ന മാറ്റം ഉണ്ടാകുമ്പോൾ ആ 3 അക്ഷരം എവിടെയും പോകില്ല. ആ 3 അക്ഷരം എവിടെയും പോകില്ല. അപ്പൊ എന്താ വേണം? ഏകവചനാകുമ്പോ എന്താവും? നിദ്ദുൻ. ആ, ഞാൻ നേരത്തെ കേട്ട ലിദ്ദുൻ. 3 അക്ഷരം ഏതൊക്കെയാണ്? ആദ്യത്തെ നൂന്, രണ്ടാമത്തെ ദാ 2 അക്ഷരമുണ്ട്. ശബ്ദുള്ള ദാ 2 അക്ഷരമുണ്ട്. നിദ്ദുൻ. وأنتم تعلمون وإن كنتم في ريب مما نزلنا على عبدنا فأتوا بسورة. فأتوا. അപ്പം മുമ്പ് നമ്മൾ പറഞ്ഞു എത്തിയുടെ കൽപ്പന ഈത്തി ഈത്തു എന്നാണ് വരിക. ഈത്തി ഈത്തു, അത് തുടക്കത്തിലാണ് ഈത്തി ഈത്തു എന്ന് വരിക. അപ്പൊ ഈത്തി ഈത്തു എന്നതിന്റെ അല്ലെങ്കിൽ ഫഅത്തു അല്ലെങ്കിൽ എത്തിയുടെ കൽപ്പനയ്ക്ക് തൊട്ട് മുമ്പ് വേറെ എന്തെങ്കിലും ചേർന്ന് വന്നാൽ അപ്പൊ അവിടെ ഹംസാണ് ഉച്ചരിക്കുക. അപ്പൊ അങ്ങനെയാണ് ഫ ഉത്തു. അങ്ങനെയല്ല ശരിക്കും. ഇതെന്താണ്? അത്താ എത്തി, അത്താ എത്തി. അത്താ എത്തിയുടെ എന്താണ്? അത്താ എത്തിയുടെ കർമ്മണി പ്രയോഗമാണ് ഉത്തിയ. അല്ല, ഉത്തിയല്ല. അല്ല, കൊണ്ടുവരൂ എന്നുള്ളത് അത്താബി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, മാറിപ്പോയി. ഞാൻ ആയത്തിന്റെ വേറെ വാക്കിലേക്കായി. സോറി. വൈൻകുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ. വൈൻകുന്തും ഫീ റൈബിൻ, അപ്പൊ നിങ്ങൾ റൈബിൻ സംശയത്തിലാണെങ്കിൽ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅത്തു, നേരത്തെ പറഞ്ഞതുപോലെയാണ് അത്താ യഅതിയുടെ പിന്നെ കൽപ്പന. ഈതി ഈതി ഈതു. ഇപ്പൊ എന്താണ്? അത്താ യഅതി, അത്താ വന്നു, അത്താ ബി കൊണ്ടുവന്നു. അത്താ വന്നു, അത്താ ബി കൊണ്ടുവന്നു. അപ്പൊ അത്തായുടെ കൽപ്പന ഈത്തി ഈത്തി ഈത്തു. അതിന്റെ കൂടെ ഫാ ചേർന്ന് വന്നപ്പോ എന്തായി? ഫഅത്തു. അപ്പൊ ഈത്തി എന്നല്ല വരിക, ഹംസിട്ടാണ് പറയുക. ഫഅത്തു ഫഅത്തു ബിഹി, ഫഅത്തു ബി സൂറത്തിൻ. അപ്പൊ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരൂ. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരൂ. മിൻ മിസ്ലിഹി, അതിനെ മിസില പോലെ, മിൻ മിസ്ലിഹി അതിനെ പോലെയുള്ള. വദ്ഉ ശുഹദാഅക്കും. അപ്പൊ രക്തസാക്ഷികളല്ല ശുഹദാ, സാക്ഷികൾ, ജീവിച്ചിരിക്കുന്ന ജീവിത സാക്ഷ്യം. അതെ, ഖുറാനിൽ പറഞ്ഞ ഈ എല്ലാം സാക്ഷികളാണ്. അല്ല, രക്തസാക്ഷികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന എല്ലാം സാക്ഷികളെ കുറിച്ചാണ്. അപ്പൊ എന്ത് ചെയ്യണം? ശുഹദാ വന്നിരിക്കുന്ന സ്ഥലമൊക്കെ സെർച്ച് ചെയ്യണം. അപ്പൊ ഒരാൾ ചോദിച്ചു സെർച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന്. അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്നാണ് എന്റെ ഓർമ്മ. സെർച്ച് ചെയ്യാനുള്ള ലിങ്കും തന്നിട്ടുണ്ട്. അവിടെ അലിഫ് ബാത്ത അക്ഷരം വന്ന ഒരു ലിങ്ക് തന്നിട്ടുണ്ടായിരുന്നോ സെർച്ച് ചെയ്യാൻ വേണ്ടിയുള്ള? ഈ ഗ്രൂപ്പിൽ കിട്ടിയ നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ കിട്ടിയ ഒരാൾക്ക് ഈ ഗ്രൂപ്പിലേക്ക് ഫോർവേഡ് ചെയ്യും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അലിഫ് ബാത്ത എന്ന അക്ഷരങ്ങൾ വരും. ആ അക്ഷരങ്ങളിൽ ആദ്യത്തെ അക്ഷരം ഏതാണോ അതിൽ ക്ലിക്ക് ചെയ്യണം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഷുഹദാവിന് ഷഹിദയാണ് നോക്കേണ്ടത്. ഷുഹദാവിന് എവിടെ നോക്കണം? അതിന്റെ ബേസിക് ലെറ്റർ ആയ 3 അടിസ്ഥാന അക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരത്തിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ആദ്യത്തെ അക്ഷരം ഷീനി ക്ലിക്ക് ചെയ്യുമ്പോൾ ഷീന് വരുന്ന ക്രിയകളെല്ലാം അവിടെ ഒരു ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ആ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ താഴോട്ട് ഷീൻ വരുന്ന എല്ലാ ക്രിയകളും വരും. ഷീനിൽ തുടങ്ങുന്ന എല്ലാ ക്രിയകളും കാണിക്കും. അപ്പോൾ ഖുറാന്റെ മുന്നിലുള്ള ക്രിയകളെല്ലാം കാണിക്കും. അപ്പോൾ അതിൽ ഷഹിദ സെലക്ട് ചെയ്യണം. ഷഹിദ സെലക്ട് ചെയ്താൽ ഷഹിദ സെലക്ട് ചെയ്തിട്ട് പിന്നെ ഗോ അടിക്കണം. ഗോ അടിക്കുമ്പോഴത്തേക്ക് എന്താവും? ഷഹിദയുടെ എല്ലാ വാക്കുകളും വരും. ഷഹിദയുടെ എല്ലാ രൂപഭേദങ്ങളും വരും. അപ്പൊ അതിന് നമ്മൾ ഷുഹദാ വന്നിരിക്കുന്ന ഭാഗം നോക്കണം. ആ ഷുഹദാ വന്നിരിക്കുന്ന ഭാഗത്ത് ആയത്ത് വായിച്ചു നോക്കിയിട്ട്
രക്തസാക്ഷികളായിട്ട്, അതായത് മരിച്ച സാക്ഷികളെ, വീരമൃത്യു വരിച്ച ആൾക്കാരുണ്ടല്ലോ, വീരമൃത്യു വരിച്ചതിന് ശുഹദ എന്ന് പറഞ്ഞിരിക്കുന്ന ഭാഗം കണ്ടെത്തണം. അതെന്നാല് പിന്നെ ആരായാലും ഇട്ടരണം കേട്ടോ, പിന്നെ ഇടാൻ മറന്നു പോയത്, ഞങ്ങൾക്ക് അറിയില്ല. corpus.com, Quran.com. അതെ, കോർപ്പസിൽ, അതെ അതെ കോർപ്പസിന്റെ ഈ ഭാഗം വരുന്ന ലിങ്കാണ് ഞാൻ തന്നിരിക്കുന്നത്. അതൊക്കെ നോക്കണം, അത് അറിയില്ല, അതിലല്ല തോന്നുന്നത്. അല്ല, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം, കുഴപ്പമില്ല. ഓക്കെ, ഞാൻ ഫോർവേഡ് ചെയ്ത് തരാം. അപ്പൊ അവിടെ ആ അക്ഷരത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് വന്നു ഷഹിദ നോക്കണം, അതാണ് സെർച്ച് ചെയ്യേണ്ടത്. ഷഹിദ എടുത്താൽ ഷഹിദയുമായി ബന്ധപ്പെട്ട എല്ലാ ക്രിയകളും വരും, എല്ലാ പദങ്ങളും വരും, ക്രിയ മാത്രമല്ല ശുഹദ ഇങ്ങനെയുള്ള നാമങ്ങളെല്ലാം വരും. അപ്പൊ അതിൽ നമ്മൾ ശുഹദ എടുക്കണം. ഷഹീദും ശുഹദ നോക്കാം, ഷഹീദും നോക്കാം, ശുഹദ നോക്കാം. ഷഹീദും ശുഹദ നോക്കിയിട്ട് ഷഹീദും ശുഹദ ഒരു ഹെഡിങ്ങിന്റെ കീഴിലായിരിക്കും വരിക. ഷഹീദ് ആയിരുന്നാലും ഏകവചനവും ബഹുവചനവും ഒരു ഹെഡിങ്ങിന്റെ കീഴിലായിരിക്കും. അവിടെ നോക്കിയിട്ട് എനിക്ക് ആയത്തൊന്നും ആരും കോപ്പി ചെയ്തിട്ടില്ല, എനിക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്, നിങ്ങൾക്ക് തദബ്ബുറാക്കാൻ വേണ്ടിയാണ്. ഇറങ്ങി ചിന്തിക്കണം. നമ്മുടെ സെന്റൻസിൽ എഴുതിയപ്പോ നിങ്ങളുടെ സെന്റൻസിലാണ് എഴുതേണ്ടത് കേട്ടാ. മൈക്ക് അപശബ്ദം ഉണ്ടാകുമ്പോൾ എനിക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് ക്ലോസ് ചെയ്യാനേ പറ്റൂ. നിങ്ങളുടെ സെന്റൻസിനാണ് എഴുതേണ്ടത്. എവിടെ ഷഹീദിന് രക്തസാക്ഷി എന്ന് അർത്ഥം വന്നിട്ടുണ്ട് എന്ന് കണ്ടുപിടിക്കണം. കിട്ടിയില്ലെങ്കിൽ എവിടെയും കിട്ടിയില്ല എന്ന് എഴുതണം. അപ്പൊ നിങ്ങൾ തദബ്ബറാക്കിയെന്ന് അറിയാൻ പറ്റും. അല്ല, നിങ്ങൾക്ക് എവിടെയോ സംശയമുണ്ട്, ഇവിടെ രക്തസാക്ഷിയാകാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സാധ്യതയുണ്ടെന്ന് എഴുതും. ഷുഹദാഅക്കും, അപ്പൊ നിങ്ങളുടെ സാക്ഷികളെ വിളിച്ചുകൊള്ളൂ. ഇവിടെ സാക്ഷികൾ എന്ന് പറഞ്ഞാൽ സഹായികൾ എന്നർത്ഥം. മിൻ ദൂനില്ലാഹി, ദൂന എന്ന് പറഞ്ഞാൽ കൂടാതെ, ദൂന കൂടാതെ, മിൻ ദൂനില്ലാഹി അള്ളാഹെ കൂടാതെ. ഇൻ കുന്തും സാദിഖീൻ ഫഇൻ ലം തഫ്അലു വലൻ തഫ്അലു ഫത്തഖുല്ലാഹ. ഇവിടെ വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫഇൻ ലം തഫ്അലു, നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ, ഫഇൻ ലം തഫ്അലു, ലം തഫ്അലു നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ല, ഇൻ എങ്കിൽ, ഇൻ ലം തഫ്അലു നിങ്ങൾ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന്റെ ബാക്കി എവിടെയുള്ളത്? അതിന്റെ ബാക്കി ഫത്തഖുൻ നാറയാണ്. നിങ്ങൾ അങ്ങനെ പ്രവർത്തിച്ചിട്ടില്ലെങ്കിൽ ഫത്തഖുൻ നാറ, നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. അപ്പൊ അതിന്റെ ഇടയിൽ പറഞ്ഞ വലൻ തഫ്അലു എന്തിനാ? നിങ്ങൾ പ്രവർത്തിക്കുകയില്ല, നിങ്ങൾ പ്രവർത്തിക്കില്ല, നിങ്ങൾ കൊണ്ടുവരില്ല. ഇല്ലം തഫ്അലു എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ, നിങ്ങൾ കൊണ്ടുവരുമെന്നാണ് നേരത്തെ പറഞ്ഞത്. ഇല്ലം തഫ്അലു, അതിങ്ങനെ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ. വലൻ തഫ്അലു, വെയിറ്റ്, വലൻ തഫ്അലു എന്നത് ഇടയിൽ ഒരു കാര്യം പറയുകയാണ്. വലൻ തഫ്അലു, നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കുകയില്ല, അഥവാ നിങ്ങൾ അങ്ങനെ ഒരു സൂറത്ത് കൊണ്ടുവരികയില്ല എന്നത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഫത്തഖുൻ നാറ, നരകത്തെ നിങ്ങൾ സൂക്ഷിച്ചുകൊള്ളുക. അല്ലത്തി വഖൂദുഹ, അല്ലത്തി നരകം എങ്ങനെയുള്ളതാണ്? വഖൂദുഹ, വഖൂദ് ഇന്ധനം, അതിലെ ഇന്ധനം. അന്നാസു വൽ ഹിജാറത്ത്, ഹിജാറത്ത് കല്ല്, തർമീഹിം ബിഹിജാറത്തിൻ. അപ്പൊ ഹിജാറത്ത് എന്താ? ഹിജാറത്തിന്റെ അർത്ഥം കല്ലാണ്. ഹജറുൻ ജംഉഹു ഹിജാറത്തുൻ. അപ്പോ നാസു, ജനങ്ങളും കല്ലുകളുമാണ് അതിലെ ഇന്ധനം. ഉഇദ്ദത്ത്, അത് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു. അഅദ്ദ, തയ്യാറാക്കി, പ്രിപ്പയർ ചെയ്തു. ലിൽ കാഫിരീൻ, അപ്പൊ ഉഇദ്ദത്ത് അത് പ്രിപ്പയർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ലിൽ കാഫിരീൻ, സത്യം ചെയ്തികൾക്ക്. ഇനിയെന്താ ചോദ്യം? പറയൂ. ഉസ്താദേ, അതല്ല ഞാൻ ചോദിച്ചതല്ല. ഇൻ കുൻതും ഫീ റൈബിൻ മിമ്മാ നസ്സൽന അലാ അബ്ദിന, നിങ്ങൾ ഇറക്കിയതിൽ നിങ്ങൾ സംശയാലുക്ക ആളുകളാണെങ്കിൽ പിന്നെ അങ്ങനെയുള്ളവർക്കല്ലേ ഫത്തഖുന്നാറിലെത്തിയും? അത് അവർക്കല്ലേ ഇത് വരുന്നത്? ഈ പിന്നെ അത് വേറെ വിഷയം, അത് വേറൊരു കാര്യമാണ്. ഇവിടെ പറയുന്നത് ബന്ധമായിട്ടാണല്ലോ ഇത് പറയുന്നത്. അല്ലല്ല, ഫത്തഖു എന്നത് ഏതിന്റെ ജവാബാണ്?
ഇല്ലം തഫ്അലു, നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഫത്തഖുന്നാറ, നിങ്ങൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഫത്തഖുന്നാറ, നരകത്തെ സൂക്ഷിച്ചുകൊള്ളുക. ഇല്ലം തഫ്അലുവിന്റെ ഇൻ ലം തഫ്അലുവിന്റെ ജവാബ് ഇൻ ലം തഫ്അലു, ജവാബ് എന്താ? ഫത്തഖുന്നാറയാണ്. നേരത്തെ പറഞ്ഞത് നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ കൊണ്ടുവരൂ, അതെന്താണ്? അതൊരു വെല്ലുവിളിയാണ്. ഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ എന്ന് പറഞ്ഞതിന്റെ ജവാബ് എന്താ? ഫഅതു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി. ഓക്കെ, ഇതാണ് ഞാൻ ഇപ്പൊ പറഞ്ഞത്. ഒറ്റവാക്കിന്റെ പുതിയ പദങ്ങൾ അടങ്ങുന്ന അർത്ഥമാണ്. എന്നുള്ളത് നോക്കാം. മസലുഹും കമസലില്ലദി ഇസ്തവഖദ നാറൻ. അപ്പോ മസലുഹും എന്ന് പറഞ്ഞത് കപട വിശ്വാസികളെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് മസലുഹും എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ കപട വിശ്വാസികളുടെ ഉപമ. കമസലില്ലദി ഇസ്തവഖദ, കത്തിച്ചവരെ പോലെയാണ്. കമസലി പോലെയാണ്. അല്ലദി ഇസ്തവഖദ നാറൻ, തീ കത്തിച്ചവനെ പോലെയാണ്. അപ്പൊ കപട വിശ്വാസികൾ എന്ത് ചെയ്തു? കപട വിശ്വാസികൾ യഥാർത്ഥത്തിൽ അള്ളയിൽ വിശ്വസിച്ചു, അല്ലെ? അള്ളയിൽ വിശ്വസിച്ചു, റസൂലിൽ വിശ്വസിച്ചു, കിതാബുകളിലൊക്കെ വിശ്വസിച്ചു. എന്ന് പറഞ്ഞാൽ ഇസ്തവഖദ നാറൻ, അവര് ഒരു ഈ കത്തിച്ച് പ്രകാശിപ്പിച്ചു. അങ്ങനെ അവൻ തീ കത്തിച്ച് അവന്റെ മുമ്പ് അവന്റെ ചുറ്റുവട്ടവും പ്രകാശപൂരിതമായി. അയാൾ ഇസ്ലാം സ്വീകരിച്ചു. അങ്ങനെ അയാളിൽ ഇസ്ലാമിന്റെ പ്രകാശം അയാളിലും കുടുംബത്തിലും വ്യാപിച്ചു, നാട്ടിലും വ്യാപിച്ചു. അവന്റെ പ്രകാശത്തെ അള്ളാഹു എന്ത് ചെയ്തു? അയാള് കപടനായി തീർന്നു. അങ്ങനെ സ്വയം പ്രകാശം വരുത്തിയതിന് ശേഷം പ്രകാശം കെട്ടുപോയവരെ പോലെയായി കപട വിശ്വാസി. തറക്കഹും തീ ളുലുമാത്തിൻ ലാ യുബ്സിറൂൻ. പിന്നീട് അവനെന്തായി? ഒന്നും കണ്ണ് കാണാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അട്ടം തിരിയുന്നവനായി തീർന്നു. തറക്കഹും തീ ളുലുമാത്തിൻ ലാ യുബ്സിറൂൻ. പിന്നീട് അവനക്ക് ഒന്നും കാണുന്നില്ല, സത്യത്തെ കാണാൻ പറ്റുന്നില്ല, യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. കാരണം അയാളുടെ മനസ്സിൽ കാപട്യം കിടക്കുകയാണ്. മനസ്സിൽ കപടത കുടികൊണ്ടാൽ പിന്നീട് അവർക്കൊന്നും കാണാൻ പറ്റില്ല, യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. ഈ കാപട്യം എന്ന് പറഞ്ഞാൽ നമ്മൾ വിശാലമായി ചിന്തിക്കേണ്ട ഒരു സംഭവമാണ്. നമ്മളിപ്പോ ഉദാഹരണമായിട്ട് പരീക്ഷ എഴുതാൻ വിചാരിച്ചു, പരീക്ഷ എഴുതാൻ നമ്മൾ ബുക്ക് നോക്കി എഴുതണമെന്ന് വിചാരിച്ചാൽ എന്താവും? നമ്മൾക്ക് അറിയുന്ന കാര്യവും മറന്നുപോകും, ശരിയല്ലേ? എന്താണ്? അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇയാളുടെ മനസ്സിൽ എന്താ ഉള്ളത്? ഈ റസൂലിനെ എങ്ങനെയെങ്കിലും താറടിച്ച് കാണിക്കണമെന്നൊരു ചിന്താഗതിയാണ് ഈ കപട വിശ്വാസികളുടെ മനസ്സിലുള്ളത്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് എന്ത് പറ്റില്ല? സത്യത്തെയും യാഥാർത്ഥ്യത്തെയും ഹത്യനെയും കാണാൻ പറ്റില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. അയാൾ അതിനെക്കുറിച്ച്, യാഥാർത്ഥ്യത്തെ കുറിച്ചൊന്നും ചിന്തിക്കാൻ കഴിയില്ല. എന്ത് പറഞ്ഞാലും എന്തായിരിക്കും? എല്ലാം അവർക്കെതിരിലാണ് എന്ന് അവർ ചിന്തിച്ചു കളയും. സുഹൃത്ത് മുനാഫിഖുൽ എന്താ പറഞ്ഞത്? യഹ്സബൂന കുല്ല സ്വൈഹത്തിൻ അലൈഹി, എല്ലാ ശബ്ദങ്ങളും അവർക്കെതിരിലാണ് എന്നാണ് അവർ വിചാരിക്കുന്നത്. എന്ത് ശബ്ദം കേട്ടാലും ഇത് ഞങ്ങൾക്കെതിരിലാണ് എന്ന് അവർ വിചാരിച്ചു. അതേപോലെയാണ്. അപ്പൊ യാഥാർത്ഥ്യത്തെ കാണാൻ പറ്റില്ല. അപ്പൊ മനസ്സിൽ ഒരു തിന്മയുണ്ടെങ്കിൽ, ഒരു കാപട്യമുണ്ടെങ്കിൽ യാഥാർത്ഥ്യത്തെ, സത്യത്തെ കാണാൻ പറ്റില്ല. സൊമ്മുൻ ബുക്കുമുൻ ഒമ്യുൻ, അവർ അന്ധരാണ്, ബധിരരാണ്. അല്ല, അവര് സുമ്മുൻ എന്താണ്? ബധിരരാണ്. ബുക്കുമുൻ മൂകരാണ്. ഓമ്യുൻ അന്ധരാണ്. ഫഹുംലായർജുൻ, അതിനാൽ അവർ മടങ്ങില്ല. നേരത്തെ ഞാൻ പറഞ്ഞ അതാണ്. അതൊന്നും സത്യത്തെ കാണാൻ പറ്റാത്ത, സത്യത്തെ കേൾക്കാൻ പറ്റില്ല, കാണാൻ പറ്റില്ല, സത്യത്തെ കുറിച്ച് അവർക്ക് സംസാരിക്കാൻ പറ്റില്ല. അതാണ്. ഔക സ്വയ്യിമിൻ മിനസ് സമാഇ, അല്ലെങ്കിൽ നേരെ തിരിച്ച് ഇവിടെ പറഞ്ഞ എന്താണ്? കമസലില്ലദി ഇസ്തവഖദ നാറൻ, അയാൾ സ്വയം പ്രകാശം കത്തിച്ച അയാളെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി പറയുന്ന ഉദാഹരണം ഔക സ്വയ്യിമിൻ മിനസ് സമാഇ, ആകാശത്തു നിന്നുള്ള കോരിച്ചൊരിയുന്ന മഴ.
ഫീഹി ദുലുമാത്തും വറഅദും വബറഖുൻ, അതില് അന്ധകാരമുണ്ട്, ഇടിനാദമുണ്ട്, മിന്നലുണ്ട്. അപ്പൊ എന്താ? ഖുർആൻ അവതരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ഖുർആൻ ഓതി കേൾപ്പിച്ചു കൊടുക്കുന്നു. അവർക്ക് അവരിൽ ഖുർആൻ അവതരിക്കുന്നു. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവരിൽ ഖുർആൻ അവതരിക്കുന്നു. ആ ഖുർആനിൽ എന്തുണ്ട്? സയ്യിബ്. സയ്യിബ് എന്താ? നല്ല മഴ, ശക്തിയായ മഴ. ആ മഴ കൊണ്ട് എന്തുണ്ടാകും? എല്ലാ വ്യക്തികളും തളർത്ത് എല്ലാ മരങ്ങളും കരുത്തോടുകൂടി വളരും. അതില് മഴയോട് അനുബന്ധമായിട്ടുള്ള അന്ധകാരവും ഇടിയും മിന്നലും ഇതെല്ലാം ഉണ്ടാവും. നമ്മൾ പറയും ഭൂമി എന്താ പറയാ, ഭൂമി ഇളകണമെങ്കിൽ ഇടിയും വെട്ടി മഴ വേണമെന്ന്. ഇടിവെട്ടി മഴ പെയ്യണം. അതെ. ഇടി വെട്ടാതെ മഴ പെയ്താൽ ഭൂമി ഇളകില്ല. നിങ്ങൾ ആദ്യത്തെ മഴയൊക്കെ പെയ്ത് കഴിയുമ്പോൾ കുന്തായി ചെന്ന് കളിച്ചു നോക്കുക. അപ്പൊ അത്രയും ശക്തമായിട്ട് തന്നെ ഉണ്ടാവും, ശക്തിയായിട്ട് തന്നെ ഉണ്ടാവും. അതേസമയം നല്ല മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് എന്തായി? ഭൂമി ഇളകി. അപ്പൊ ഇതെല്ലാം കൊണ്ട് എന്താണ്? മനസ്സിനെ ഇളക്കുമാറ് സത്യത്തിന്റെ സത്യസന്ദേശം അല്ലെങ്കിൽ സൂക്തങ്ങൾ, ദിവ്യ സൂക്തങ്ങൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവരെന്ത് ചെയ്യും? യജാലൂന അസാബിഅഹും ഫീ ആദാനിഹിം മിനസ് സവാഇഖി ഹദറൽ മൗത്ത്. ഇതൊന്നും കേൾക്കേണ്ടതില്ല എന്ന് വിചാരിച്ചിട്ട് അവര് യജാലൂന അസാബിഅഹും ഫീ ആദാനിഹിം ഹദറൽ മിനസ് സവാഇഖി, ഘോര ശബ്ദം കാണും, ഹദറൽ മൗത്ത്, മരണത്തെ പേടിച്ചുകൊണ്ട്. അപ്പൊ അതിനെ ഒരു വ്യംഗ്യമായിട്ട് അവതരിപ്പിച്ചിരിക്കുകയാണ് ഉസ്താദ്. എങ്ങനെ? അതെ, അതിന് അവർക്ക് എന്ത് ചെയ്യാണ്? ഇതെല്ലാം ഉണ്ട്. പിന്നെ എന്താ പറയാ, ദിവ്യ സൂക്തങ്ങൾ അവതരിക്കുമ്പോൾ അവർക്ക് അതിനെ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അതിനെ അവർക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുന്നില്ല. യക്കാദുൽ ബർഖ് യഖ്തഫു അബ്സാറഹും വല്ലാഹു മുഹീത്തുൻ ബിൽ കാഫിരീൻ. അല്ലാഹ് സത്യനിഷേധികളെ വലയം ചെയ്തവനാണ്. അള്ളാഹ് എല്ലാവരുടെയും മേൽ അള്ളാഹ്ക്ക് കൺട്രോൾ ഉണ്ട്. മുഹീത്തുൻ ബിൽ കാഫിരീൻ. അള്ളാഹ് ഇവരെല്ലാം അള്ളാന്റെ കൺട്രോളിലാണ് എല്ലാം. വലയം ചെയ്തവനെന്ന് പറഞ്ഞാൽ ബലാ യുഹീത്തുന ബിശൈഇൻ മിൻ ഇൽമിഹി എന്ന് പറഞ്ഞു. അതേപോലെ അള്ളാന്റെ കൺട്രോളിൽപ്പെട്ടതാണല്ലോ മുഹീത്ത്, വലയം ചെയ്തവനാണ്. ബിൽ കാഫിരീൻ യക്കാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും. അപ്പൊ ഇവിടെ കപടവിശ്വാസികളിൽ കുഫർ കൂടി കുടികൊള്ളുന്നു എന്നതുകൂടി വ്യംഗ്യമായ സൂചനയുണ്ട്. കപടവിശ്വാസികൾ എന്തായിരിക്കും? അവരിൽ കുഫറുണ്ട്, അവർ കാഫിറുകളാണ്. ഇവിടെ ഈ ഘോര മഴ പെയ്യുമ്പോൾ എങ്ങനെയാണ് അതില് ഇരുട്ടുണ്ടാവണം? എങ്ങനെയാ ഉലുമാത്ത് എങ്ങനെയാ വരുന്നത്? അതായത് ഘോരമായ മഴ, ശക്തമായ മഴ പെയ്യുമ്പോൾ പിന്നെ അന്തരീക്ഷം എന്താ പറയും, ഇരുണ്ട് കൂടില്ലേ? എന്ത് അന്തരീക്ഷം ഇരുണ്ട് മൂടും. കാർമേഘം കൊണ്ട്. അതെ, കാർമേഘം കൊണ്ട് ഇരുണ്ട് മൂടും. ഇരുണ്ട് മൂടിയാണ്, മൂടിക്കെട്ടിയ മഴ എന്ന് പറയില്ലേ? അതാണ് അന്ധകാരം. യക്കാദുൽ ബർഖു യഖ്തഫു അബ്സാറഹും. അത്രയും ശക്തമായ ബർക്കാണ് ഉണ്ടാകുന്നത്, മിന്നൽപ്പിണറുകൾ. കുല്ലമാ അദാഅ ലഹും മശൗ ഫീഹി. അപ്പോ നല്ല കാര്യങ്ങൾ, അവർക്ക് എളുപ്പമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവരെന്ത് ചെയ്യും? മശൗ ഫീഹി, അതിൽ അവർ നടക്കും. അപ്പൊ നല്ല കാര്യം, അവർക്ക് എളുപ്പമുള്ള കാര്യങ്ങൾ ആയത്തുകൾ അവതരിക്കുമ്പോൾ അവർ ഞങ്ങളോടൊപ്പം എല്ലാം ഉണ്ട്, ഞങ്ങളും നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറയും. മശൗ ഫീഹി വൈദ അല്ലമ അലൈഹിം ഖാമു. അവർക്ക് പ്രയാസമുണ്ടാകുമ്പോൾ, വൈദ അല്ലമ അലൈഹിം, അവർക്ക് അന്ധകാരമാകുമ്പോൾ എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രയാസമുള്ളതാകുമ്പോൾ, അലൈഹിം ഖാമു, നിന്നളയും, മാറി നിന്നളയും. അവർക്ക് പ്രയാസമുള്ളതാകുമ്പോൾ അവർ മാറി നിന്നളയും. വലൗ ശാ അല്ലാഹു ലദഹബ ബിസംഇഹിം വഅബ്സാരിഹിം. അവരുടെ കാഴ്ചയും കേൾവിയും ഒക്കെ തന്നെ പോക്കിക്കളയാൻ അല്ലാഹ് പ്രാപ്തനാണ്. കാരണം അവർ സത്യത്തെ കാണുന്നില്ല, സത്യത്തെ കേൾക്കുന്നില്ല, സത്യം മനസ്സിലാക്കുന്നില്ല, സത്യത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല. അങ്ങനെയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലൗ ശാ അല്ലാഹു ലദഹബ ബിസംഇഹിം, അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ അവരുടെ കേൾവിയും കാഴ്ചയും പൂർണ്ണമായി എടുത്തു കളയുമായിരുന്നു. നേരത്തെ പറഞ്ഞ സുമ്മും ബുക്കും അമ്മി എന്ന് പറഞ്ഞ എന്താ? അത് ആലങ്കാരികമാണ്. അവർ സത്യത്തെ കുറിച്ച് സംസാരിക്കുക, സത്യത്തെ കേൾക്കാൻ പറ്റുന്നില്ല, സത്യത്തെ കുറിച്ച് സംസാരിക്കുന്നില്ല, സത്യത്തെ കുറിച്ച് അവർ കഷ്ടത്തെ കാണാൻ കഴിയുന്നില്ല. ഇവിടെ പറയുന്നത് എന്താ? വലൗ ശാ അല്ലാഹു ലദഹബ ബിസംഇഹിം, അവരുടെ ഒറിജിനൽ ഉള്ള കേൾവിയെ മുഴുവൻ എടുത്തു കളയുമായിരുന്നു. പക്ഷെ സ്വന്തമായി വിട്ടിരിക്കുകയാണ്. അവർ ഇനിയെങ്കിലും എപ്പോഴെങ്കിലും പാഠം പഠിക്കാൻ
അവസരം ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ച് വിട്ടിരിക്കുകയാണ്. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹ് എല്ലാറ്റിനും കഴിവുറ്റവനാണ്. യാ അയ്യുഹന്നാസു അബ്ദൂ റബ്ബക്കും. അപ്പൊ നമ്മൾ ഖുർആൻ, നമുക്കറിയാം ഖുർആൻ വ്യത്യസ്തമായ കാലഘട്ടത്തിലാണ് അവതരിപ്പിച്ചത്. അവതരിച്ച ക്രമത്തിലല്ല ഖുർആനിലുള്ളത്. ഖുർആൻ ക്രോഡീകരിക്ക ഒരു ഒരു സൂക്തം അവതരിക്കുന്ന സന്ദർഭത്തിൽ അല്ലെങ്കിൽ ഒരു അധ്യായം അവതരിക്കുന്ന സമയത്ത് അത് ഖുർആന്റെ ഏത് നിലവിൽ അല്ലെങ്കിൽ അതുവരെ അവതരിച്ച ഏത് അധ്യായത്തിന്റെ ഏത് ഭാഗത്താണ് എന്നും, അല്ലെങ്കിൽ ഏത് അധ്യായത്തിന് ശേഷമാണ്, ഏത് അധ്യായത്തിന് മുമ്പാണ് രേഖപ്പെടുത്തേണ്ടത് എന്നുകൂടി ജിബ്രീൽ അലൈഹിസ്സലാം നിർദ്ദേശം നൽകും. അത് പ്രകാരമാണ് ഖുർആനിൽ അല്ലെങ്കിൽ അത് ഖുർആന്റെ ഭാഗത്ത് ഉൾപ്പെടുത്തപ്പെടുന്നത്. ഉസ്താദെ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷമാണോ അത് ഉണ്ടായിട്ടുള്ളത്? അല്ലല്ലല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് അല്ലെ? അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെയാണ് ഖുർആന്റെ ക്രമം ഉണ്ടായത്. ക്രോഡീകരണം ഉണ്ടായത് അതിനുശേഷം അല്ലേ? ക്രോഡീകരണവും അതേ കാലഘട്ടത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ജിബ്രീൽ അലൈഹി ഇസ്ലാം പറയുന്നതിന്റെ ഓർഡർ അനുസരിച്ചിട്ടാണ് അല്ലെ? ക്രോണോളജിക്കൽ ഓർഡർ അനുസരിച്ചിട്ട് ജിബ്രീൽ അലൈഹി ഇസ്ലാം പറയുകയാണ് ഇന്ന ആയത്ത്, ഇപ്പൊ അൽ ബഖറയുടെ അവസാനമുള്ള ആയത്ത്, അത് ആ ആയത്ത് സൂറത്തുൽ ബഖറയുടെ അവസാനം ചേർക്കണമെന്ന് ജിബ്രീൽ അലൈഹി ഇസ്ലാം നിർദ്ദേശിക്കുന്ന പ്രകാരമാണ് അവസാനം ചേർക്കുന്നത്. നല്ല സംശയം വന്നു. എന്ന് പറയുന്നത് അവസാനം ഇറങ്ങിയ ആയത്താണ്. അതെന്താണ്? സൂറത്തുൽ ബഖറയുടെ ഒരു പേജിന് മുമ്പ് ആയത്ത് റിബയുടെ ശേഷമാണ് അവിടെ ഉള്ളത്. ഒരു സംശയം, ഖുർആനും മുസ്ഹഫും തമ്മിൽ എന്ത് വ്യത്യാസം? ഖുർആൻ എന്ന് പറഞ്ഞാൽ ലൗഹൽ മഹ്ഫൂദിലുള്ളതാണ്. മുസ്ഹഫ് എന്ന് പറഞ്ഞാൽ ഏടാക്കപ്പെട്ടത്, എഴുതിയിട്ടോ പ്രിന്റ് ചെയ്തിട്ടോ ഏടാക്കപ്പെട്ടത്, പ്രിന്റഡ് വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഒറിജിനൽ വെർഷൻ എന്ന് പറഞ്ഞാൽ സോഫ്റ്റ് കോപ്പിയാണ്. ഒറിജിനൽ വെർഷൻ. സോഫ്റ്റ് കോപ്പിയാണ് നമ്മുടെ അടുത്ത് സോഫ്റ്റ് കോപ്പിയാണ് ഉള്ളത്. ഇപ്പൊ ഖുർആന്റെ ഭാഷ പറഞ്ഞ ഇതെല്ലാം ഹാർഡ് കോപ്പിയാണ്. അല്ല, നമുക്ക് ഖുർആൻ എന്ന് പറഞ്ഞ ഹൃദയത്തിലേക്ക് കൊണ്ടതല്ലേ, മുസ്ഹഫ് പുറത്ത് കാണുന്നതല്ല. ലൗഹുൽ മഹ്ഫൂദിലുള്ളതാണ്. ഫീ ലൗഹിൻ മഹ്ഫൂദ്. അതിന് മുമ്പത്തെ ആയത്ത് എന്താ? ബൽ ഹുവ ഖുർആനുൻ മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ്. സൂറത്തു വഖഅത്തുൽ വാഖിഅ, വാഖിഅയുടെ അവസാനം എന്താ പറഞ്ഞത്? അത് മാത്രമേ ഓർമ്മയുള്ളൂ. തൊടുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ആരും തൊടൂലെന്ന് വിചാരിച്ചു അല്ല, വേറെയും സൂറത്തിലും ഉണ്ട്. അല്ല, അവിടെ തന്നെ പറഞ്ഞിട്ടുള്ളൂ, ആ ആയത്തിന് തൊട്ട് മുമ്പ്. പിന്നെ അലീം, പിന്നെ അപ്പൊ കിതാബിൻ മക്നൂൻ എവിടെയാണുള്ളത്? സുരക്ഷിതമായ ഫലകത്തിലാണ് അതുള്ളത്. ഈ കിതാബിൻ മക്നൂൻ. പിന്നെ മക്നൂൻ കഴിഞ്ഞിട്ട് അടുത്ത് എന്താണ്? അതെ, അപ്പൊ ആ കിതാബ് എല്ലാം ലൗഹുൽ മഹ്ഫൂദാണ്. ലൗഹുൽ മഹ്ഫൂദ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നാം ആകാശത്തിൽ ഉള്ള സാധനം, ദുനിയയിൽ. ഓക്കെ, അപ്പൊ ഈ ക്രമം നേരത്തെ ആരോ പറഞ്ഞതുപോലെ ഈ ക്രമം എന്താണ്? ക്രമവും ക്രോഡീകരണവും എല്ലാം അതേപോലെ നടന്നിട്ടുണ്ട്. അതേസമയം എല്ലാവരുടെ കയ്യിലും എല്ലാ ഭാഗങ്ങളും ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും കയ്യിൽ എല്ലാ ഭാഗങ്ങളും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിലാണ് ഇത് ഒരു ചട്ടയിൽ ഒരു ബൈൻഡിൽ തന്നെ എല്ലാം ക്രോഡീകരിക്കണം എന്ന സംവിധാനം വന്നത്. അപ്പൊ ആദ്യം ക്രോഡീകരിച്ചപ്പോ മുസാഫായിട്ട് നബിയുടെ കാലത്ത് ക്രോഡീകരിച്ചിട്ടില്ല. ക്രോഡീകരിക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷെ എല്ലാവരുടെയും കയ്യിൽ ഒറ്റ വാള്യത്തിൽ ഉണ്ടായിരുന്നില്ല. എല്ലാവരുടെയും കയ്യിൽ ഒറ്റ വാള്യത്തിൽ ഉണ്ടായിരുന്നില്ല. വ്യത്യസ്ത ഭാഗങ്ങളാണ് വ്യത്യസ്ത ആൾക്കാരുടെ കയ്യിലുണ്ടായിരുന്നത്. അങ്ങനെയാണ് സെയ്ദ് ബിൻ സാബിത്തിന്റെ നേതൃത്വത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് ഒഫീഷ്യൽ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി എല്ലാവരെയും വിളിച്ചു വരുത്തി നല്ല സംവിധാനം കൊണ്ട് ചെയ്തത്.
അതൊക്കെ അവര് അപ്പൊ അല്ല ഉസ്താദെ, മനഃപ്പാഠമാക്കി വെച്ചിരിക്കില്ലായിരുന്നോ അതെ, ഉസ്താദെ? മനപ്പാടാക്കി വെച്ചിരിക്കുന്നതിൽ പ്രശ്നമില്ല. അല്ല ഉസ്താദെ, അപ്പോഴും പക്ഷെ ഞാൻ പറയട്ടെ, ആ സമയത്ത് നബിയുടെ കാലത്ത് നബിക്കാണ് വഹി ഇറങ്ങണത്, എവിടെ ചേർക്കണം, അത് എവിടെ വേണം എന്നൊക്കെ ഉള്ളത്. അപ്പൊ അതെ, അബൂബക്കർ സിദ്ദീഖിന്റെ കാലത്താവുമ്പോ അത് പലരുടെയും കയ്യിലാകുമ്പോ പിന്നെ എങ്ങനെയാണ് വഹി ഇറങ്ങി നബി സല്ലല്ലാഹു പ്രകാരം? അലൈഹി വസല്ലമയ്ക്ക് സെക്രട്ടറിമാരുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് 40ഓളം സെക്രട്ടറിമാരുണ്ടായിരുന്നു എന്നാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കോ? ആ ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, അങ്ങനെ കുറെ സെക്രട്ടറിമാരുണ്ടായിരുന്നു. ഇവരെല്ലാം എഴുത്തുകാരാ. ആ ആ അതിന്റെ മുഖ്യ എഴുത്തുകാരനായിരുന്നു സെയ്ദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കാർമ്മികത്വത്തിലാണ് പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇതിനെ ചെയ്തത്, ഒറ്റ ചട്ടയുടെ കീഴിലാക്കുകയും അതിന് ഒഫീഷ്യൽ പബ്ലിഷിംഗ് സംവിധാനം ചെയ്തത്. ഇന്നത്തെ മുസാഫായിട്ട് ക്രോഡീകരിച്ചത് അല്ലെ? ഇന്നത്തെ മുസാഫല്ല, അന്നത്തെ അല്ല, മുസാഫായി. അപ്പൊ ഇതല്ല, അന്നത്തെ മുസാഫായി ക്രോഡീകരിച്ചത്. അപ്പൊ പിന്നെയും മാറ്റം വന്നിട്ടുണ്ടോ നമ്മുടെ ഇന്നത്തെ മുസാഫിലേക്ക്? പിന്നീട് വന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത്. അപ്പൊ ആ ക്രോഡീകരണത്തിലും എന്തായിരുന്നു, പലരും വ്യത്യസ്ത രീതിയിൽ പാരായണം ചെയ്തിരുന്നു. പാരായണം മാത്രം, പക്ഷെ ലെറ്റേഴ്സ് ഒക്കെ ഒരുപോലെ അല്ലേ? അതെ, അത് ഇങ്ങനെ ഔദ്യോഗികമായി പ്രസിദ്ധീകരിച്ചിരുന്നുവെങ്കിലും പിന്നെയും ഓരോരുത്തരും അവരവരുടെ കയ്യിലുള്ളതിനെ അതിൻ്റെതായ രീതിയിൽ പാരായണം ചെയ്തിരുന്നു. അങ്ങനെ വന്നപ്പോഴാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമായപ്പോൾ ഓരോരുത്തരും പാരായണം ചെയ്തിട്ട് ഞാൻ പാരായണം ചെയ്താണ് ശരി എന്ന് പറയാൻ തുടങ്ങി. അപ്പൊ എന്റെ കയ്യിലുള്ള മുസ്ഹഫാണ് ശരി. അപ്പൊ അങ്ങനെയുള്ള ആ സമയത്ത് എന്തായിരുന്നു, വ്യത്യസ്ത ഖിറാഅത്തിന്റെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ചിട്ടുണ്ടായിരുന്നു. വ്യത്യസ്ത പാരായണ രീതിയുണ്ട്. ആ വ്യത്യസ്ത പാരായണ രീതി അനുസരിച്ച് ക്രോഡീകരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വ്യത്യസ്ത പാരായണ രീതി അനുസരിച്ചുള്ള ഗ്രന്ഥങ്ങൾ അവരുടെ കയ്യിലുണ്ടായിരുന്നു. ആ ഗ്രന്ഥങ്ങൾ വായിച്ചിട്ട് ഇത് ഞാൻ വായിച്ചതാണ് ശരി, മറ്റത് ശരിയല്ല എന്ന അഭിപ്രായം ഉണ്ടാകാൻ തുടങ്ങി. അപ്പോഴാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്റെ കാര്യസ്ഥൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തത്, ഒരു മുസ്ഹഫ് നോക്കി എല്ലാ പാരായണവും ചെയ്യണം. ഏത് പാരായണത്തിനും പിന്നെ 7 പാരായണം ഉണ്ടെങ്കിൽ 7 പാരായണത്തിനും സബഅത അഹ്റുഫിൻ എന്ന് പറയും. 7 പാരായണത്തിനും എന്ത് ചെയ്തു, ഒരു മുസ്ഹഫ് നോക്കിയാൽ 7 രീതിയിലും പാരായണം ചെയ്യാം. പിന്നെ സിയാദത്ത് നുഖ്സാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെ 1-2 സംഗതിയുണ്ട്, അതവിടെ ഇരിക്കട്ടെ, പിന്നെ പറയാം. അപ്പൊ ഒരു മുസ്ഹഫ് നോക്കിയാൽ വ്യത്യസ്ത പാരായണ രീതി ഉപയോഗിച്ച് പാരായണം ചെയ്യാം. നല്ല അറിവായിട്ട്. അതിനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. ഇതൊക്കെയാണ് തദബ്ബുറിൽ നമുക്കുണ്ടായത്. ഇതൊക്കെ നമ്മൾ പണ്ട് പറഞ്ഞാൽ നിങ്ങൾ ഓടിപ്പോകും. ഇതൊക്കെ ഇങ്ങനെ ഞാൻ പണ്ടുണ്ടായിരുന്നത്. ഇതൊക്കെ പഠിക്കണമെന്നുണ്ട്. പലയിടത്തും നമ്മൾ ഇതിനെ പറ്റിയിട്ട് ഇങ്ങനെ നമ്മളെ എതിർപ്പുകൾ കേൾക്കുമ്പോഴേ നമുക്ക് എന്തെങ്കിലും പറയാൻ കിട്ടണ്ടേ? പക്ഷെ അതിന് പരന്ന വായന തന്നെ, ഖുർആനുമായി ബന്ധപ്പെട്ട് വായിക്കണം, റീഡ് മോർ, സമയം കണ്ടെത്തണം. ഓക്കെ, എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത്, ഇപ്പൊ നമ്മൾ പറഞ്ഞതിന്റെ ആശയം മുഴുവൻ പറഞ്ഞില്ല. യാ അയ്യുഹന്നാസ് ഉഅ്ബുദു അവിടെ നിർത്തി. ഓക്കെ, അത് പറഞ്ഞില്ല. അലാ കുല്ലി ഷൈഇൻ ഖദീർ. യാ അയ്യുഹന്നാസ്, യാ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് യാ അയ്യുഹന്നാസു. ഓ യാ അയ്യുഹന്നാസു, യാ അബ്ദുല്ലാഹി എന്ന് പറഞ്ഞില്ലേ? അല്ല, യാ അബ്ദുല്ലാഹി എന്നാണ് വരിക. ഇവിടെ നാസിനെ വിളിക്കുന്നുണ്ട്. യാ അയ്യുഹന്നാസു ഇളാപത്ത് ചെയ്യുന്നില്ല. പക്ഷേ യാ നാസും യാ അന്നാസും എന്ന് വിളിക്കാൻ പറ്റില്ല. യാ അബ്ദു എന്നൊക്കെ വിളിക്കാം, യാ അഹ്മദു എന്നൊക്കെ വിളിക്കാം. അൽ ഉള്ളതിനെ വിളിക്കുമ്പോൾ ആണ് എന്ത് ചേർക്കുന്നത്, അയ്യുഹ ചേർക്കുന്നത്. യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൽ മുസമ്മിൽ, യാ അയ്യുഹൻ നബിയ്യു. അല്ലദീന വരുമ്പോഴും വരും. യാ അയ്യുഹൽ ലദീന ആമനു, അല്ലിന്റെ പോലെയാണ് അല്ലദീന, മാരിഫയാണ്. അപ്പൊ എന്താണ് സാർ പറഞ്ഞ, യാ കഴിഞ്ഞിട്ട് വിളിക്കും എന്താണ്, അൽ ഉള്ളത് വരുമ്പോഴാണ് യാ അയ്യുഹൻ നാസു അയ്യുഹ ഉപയോഗിക്കുന്നത്. അത് ശരിയാ.
ഉഅ്ബുദൂ റബ്ബക്കും, നാസിനോട് പറയുകയാണ് ഉഅ്ബുദൂ റബ്ബക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, ഖുർആൻ വ്യത്യസ്ത സന്ദർഭങ്ങളിലാണ് ഇറക്കിയത്. ഇറങ്ങിയ രീതിയിലല്ല ക്രോഡീകരിച്ചിട്ടുള്ളതെന്ന് നമുക്കറിയാം. പക്ഷേ ഖുർആൻ ഇപ്പോൾ നമ്മൾ എടുത്ത് വായിച്ചു നോക്കിയാൽ അൽ ഫാത്തിഹ 1-ാമത്തെ അധ്യായം, അത് കഴിഞ്ഞിട്ട് അൽ ബഖറ 2-ാമത്തെ അധ്യായം, ആ ക്രമത്തിലാണ് ഉള്ളത്. ആ ക്രമത്തിൽ തുടക്കം ഏതൊരു ഭാഗത്തുള്ള ഖുർആനിലും ഇത് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ? ഇപ്പൊ ഇത് വേറെ ലിപികളോ മാത്രമേ ഉള്ളൂ, വേറെ സംഭവമൊന്നുമില്ല. ഈ ലോകത്ത് വേറെ എവിടെ ഇപ്പൊ കണ്ടില്ലല്ലോ. വേറെ എവിടെയും ഇല്ല. ഇതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി കുറെ ആൾക്കാരൊക്കെ പരിശ്രമിച്ചു, എല്ലാവരും ഫെയിലിയർ ആയി പോയി. അതായത് ഫ്രഞ്ചിലോ ജർമ്മനിയിലോ ആരോ ഒരാൾ ഒരുപാട് സംഗതി കണ്ടുപിടിച്ചെന്നാ പറയും. അതായത് ഒരു സൗദി ഇസ്ലാം സ്വീകരിച്ച ആ കാര്യം പറയുന്നത്. അപ്പോ സ്വീകരിക്കാൻ കാരണം ഇതായിരുന്നു, ഒരു ക്രിസ്ത്യൻ സഹോദരി ഇസ്ലാം സ്വീകരിക്കാനുള്ള കാരണം ഇത് പരാജയപ്പെടുത്താൻ വേണ്ടി അവർ ഒരുപാട് കാര്യം പഠിച്ചെന്ന് പറയുന്നത്. ഒരു മുസ്ലിം സഹോദരിയെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ സഹോദരി എന്ത് ചെയ്തത്, ഇതിനെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. ഖുർആനിൽ കോൺട്രാഡിക്ഷൻസ് ഇല്ല, അല്ലെങ്കിൽ ഖുർആനിൽ വ്യത്യസ്ത എഡിഷൻസുകൾ ഇല്ല, ബൈബിളിൽ വ്യത്യസ്ത എഡിഷനുകൾ ഉണ്ട് എന്ന് പറഞ്ഞു. അത് തർക്കിച്ചപ്പോൾ അതിനെ തകർക്കാൻ വേണ്ടിയാണ് ഈ സഹോദരി എന്ത് ചെയ്തത്, ഖുർആനിൽ വ്യത്യസ്ത എഡിഷനുകൾ ഉണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടി ഇത് പിന്നെ ഈ വാക്കുകൾ ഏറ്റക്കുറച്ചിലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് ഇതിനെ കുറിച്ച് പഠിക്കാൻ പോയി. അങ്ങനെ പഠിക്കാൻ പോയപ്പോ ക്രോഡിയെ ശേഖരിക്കപ്പെട്ട എല്ലാ കോപ്പികളും എന്താണ്, ഒരേപോലെയാണുള്ളത്. അങ്ങനെയാണ് സൗദി ഇസ്ലാമിലേക്ക് വന്നെന്ന് പറയുന്നത്. അതിന്റെ വീഡിയോ എനിക്ക് കുറെ വർഷം 5-8 വർഷം മുമ്പ് കിട്ടിയത്. അമീന തസ്ലീം എന്തൊരു പേരായിട്ടാ തോന്നുന്നു. അതാണോ അമീന തസ്ലീം എന്ന് എന്തോ പറഞ്ഞിട്ട്? ഏതോ ഒരു MGM-ന്റെ പ്രോഗ്രാമിലാണ് സൗദി സംസാരിക്കുന്നത്. ശരി, യാ യുഹന്നാസ്. അപ്പോ ഇങ്ങനെ വായിച്ചു വരുമ്പോൾ, ഖുർആൻ ആദ്യമായി വായിച്ചു വരുമ്പോൾ ഉള്ളത്, ആദ്യം അഡ്രസ് ചെയ്യുന്നത് ആരെയാണ്? അയ്യുഹന്നാസിനെയാണ് വിളിക്കുന്നത്. അല്ലയോ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്നത്, ഹേ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ട് ഒരു കാര്യം പറയുകയാണ്. അങ്ങനെ പറയുന്നത് ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ടാണ് പറയുന്നത്. ഈ കിതാബാണ് നമ്മൾ ജനങ്ങൾക്ക് കൊടുക്കാതെ നമുക്ക് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് വിചാരിച്ചിരിക്കും. ഇതൊരു എന്താണ്, ഭരണഘടനയാണ്, അല്ലെങ്കിൽ എന്താണ് പറയാ, ഒരു ജീവിത വ്യവസ്ഥയാണ്. ഒരു മനുഷ്യൻ എങ്ങോട്ടാണ്, എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്, എങ്ങോട്ടാണ് പോകുന്നത് എന്ന് കാണിക്കുന്ന ഒരു ജീവിത രേഖയാണ്. അപ്പൊ ഈ ജീവിത രേഖ, കർമ്മ പദ്ധതി എന്ന് പറയുന്നത് ഒരു മനുഷ്യന് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതാണ്. എല്ലാ മനുഷ്യരുടെയും മാനുവലാണ് ഇത്. ഈ മാനുവൽ ഇതാണ്. ആ മാനുവൽ കണ്ടെത്തിയെങ്കിൽ മാത്രമേ ഇത് എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്ന് അറിയാൻ പറ്റൂ. അപ്പൊ ഖുർആൻ എടുത്ത് വായിച്ചു നോക്കിയാൽ അല്ലയോ മനുഷ്യരെ എന്നാണ് ആദ്യം അഡ്രസ് ചെയ്തത്. യാ യുഹന്നാസ് ഉഅ്ബുദൂ. എന്നിട്ട് എന്താണ് അവരോട് പറയുന്നത്? ആദ്യമായി അവരോട് പറയുന്നത്, നിങ്ങൾ ആരാധിക്കുക റബ്ബക്കും, നിങ്ങളുടെ രക്ഷിതാവ്. നമ്മളിങ്ങനെ എടുത്തു പോയി നമ്മളെ റബ്ബ് അല്ലാഹുവാണ് എന്ന് നമ്മൾ പറയുന്നത് കൊണ്ട് നമുക്ക് അതിന് ഒരു പുതുമയും തോന്നാറില്ല. പക്ഷെ ഒരാളോട് ചെന്നിട്ട് നമ്മൾ പറയാണ്, നിന്റെ രക്ഷിതാവിനെയാണ് നീ ആരാധിക്കേണ്ടത്. ആരാണ് നിന്റെ രക്ഷിതാവ്? നിനക്ക് ആഹാരം തരുന്നവൻ ആരാണ്? നിനക്ക് അന്നം തരുന്നവനാണ്? ഇവിടെ ലോകത്ത് ഈ സജ്ജീകരണങ്ങളെല്ലാം സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത് ആരാണ്? ആ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത് ആരാണോ അവനെയാണ് നീ ആരാധിക്കേണ്ടത്. അതാണ് റബ്ബ് എന്ന് പറയുന്നത്. ഇവിടെ ഇലാഹിനെ അല്ല ഫോക്കസ് ചെയ്യുന്നത്, മറിച്ചെന്താണ്, റബ്ബിനെയാണ്. ഉലൂഹിയ്യത്ത് എന്ന് പറയുന്ന ഇലാഹായിരിക്കുന്ന അവസ്ഥയും റുബൂബിയ്യത്ത് എന്ന് പറയുന്ന റബ്ബായിരിക്കുന്ന അവസ്ഥയും രണ്ടും രണ്ടാണ്. അള്ളാഹ് ഒരേ സമയം ഇലാഹുമാണ് റബ്ബുമാണ്. പക്ഷെ ഒരാളോട് നമ്മൾ നേരിട്ട് ചെന്ന് പറയുമ്പോൾ നിന്റെ റബ്ബ് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹ് എന്നല്ലാതെ വേറെ ആരും പറയുകയില്ല. നമ്മൾ മലയാളത്തിൽ സർവേശ്വരെന്നോ പരമേശ്വരനെന്നോ യഹോവയെന്നോ അല്ലെങ്കിൽ അതുപോലെ വേറെ എന്തെങ്കിലും വാക്കൊക്കെ പറഞ്ഞേക്കാം. പക്ഷെ എന്ത് പറഞ്ഞാലും ഒരാളാണ്. എന്നിട്ട് എന്താ പറയുന്നത്? ആ ഒരാളെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ഉഅ്ബുദൂ റബ്ബക്കും അല്ലദീ ഖലഖക്കും. മനുഷ്യ, നിന്നെ സൃഷ്ടിച്ചത് ആരാണ്? അല്ലദീ ഖലഖക്കും, നിങ്ങളെ സൃഷ്ടിച്ചവൻ ആരാണോ അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. വലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ ഫോർഫാദേഴ്സിനെ, പൂർവ്വപിതാക്കളെ സൃഷ്ടിച്ചത് ആര്? നിങ്ങൾക്ക് മുമ്പ് മനുഷ്യന്മാരുണ്ടായിരുന്നു. ആ മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് ആരാ? ഹു ഈസ് ദ ക്രിയേറ്റർ, ഹു ഈസ് ദ മാനുഫാക്ചറർ? ആരാണ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ആരാണ് തുടങ്ങിയിരിക്കുന്നത്? വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ എന്ന് പറഞ്ഞിട്ടുണ്ട്. 3 വാക്കാണ് ആ തുടക്കക്കാരനെ പറയാൻ വേണ്ടി ഉപയോഗിച്ചത്.
വല്ലാഹുൽ ഖാലിഖു, അള്ളയാണ് ഖാലിഖ്, സൃഷ്ടാവ്. അൽ ബാരി, ഡിസൈൻ ചെയ്തവൻ. അൽ മുസവ്വിർ, രൂപപ്പെടുത്തിയവൻ. അപ്പൊ എന്താ, നമ്മളൊരു ഒരു ഒരു ബിൽഡിംഗ് പ്ലാൻ ചെയ്യുമ്പോഴത്തേക്ക് പ്ലാനിങ്, ഡിസൈനിങ്, പിന്നെന്താ ക്രിയേഷൻ, മാനുഫാക്ചറിങ്, അതിന്റെ ബിൽഡിംഗ് ഒക്കെ ഉണ്ട്. ഇതെല്ലാം ചെയ്തിരിക്കുന്നത് അള്ളയാണ്. വല്ലാഹുൽ ഖാലിഖുൽ ബാരിഉൽ മുസവ്വിർ. അപ്പൊ ആ ഖാലിഖ് ആരാണ്? അല്ലദീ ഖലഖകും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങളുടെ ഫോർ ഫാദേഴ്സിനെയും സൃഷ്ടിച്ചത് ആരാണ്? മുമ്പുള്ള ആൾക്കാരെയും സൃഷ്ടിച്ചത് ആരാണ്? അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി. നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകണം. എന്ത് വേണം? നിങ്ങൾ ഒരാളെ ആരാധിക്കണം. നമ്മൾ അവിടെ നിന്ന് അല്പം ഒന്ന് അഴിഞ്ഞു കൊടുത്താല് അള്ളാഹ് അല്ലാത്തവരെയും എന്ത് ചെയ്യാം? എന്തെങ്കിലും സംഗതി, നേരത്തെ പറഞ്ഞ ആരാധനയുടെ എന്തെങ്കിലും സംഗതി അള്ളാഹ് അല്ലാത്തവർക്കും അർപ്പിക്കാം എന്ന് വന്നാൽ എന്ത് പറ്റും? പിന്നെ ഒരുപാട് ആൾക്കാർക്ക് അത് കൊടുക്കേണ്ടി വരും. ഏതെങ്കിലും ഒരാൾക്ക് നമ്മൾ വകവെച്ചു കൊടുത്താൽ, ആരാധനയുടെ എന്തെങ്കിലും ഒരു സംഗതി വകവെച്ചു കൊടുത്താൽ, പിന്നെ എല്ലാവർക്കും. നമ്മൾ നോക്കുക, ഇപ്പം 350 വക മൗലിദ് എന്ന് പറഞ്ഞത് കാണാം. അപ്പം ആദ്യം ഒരു മൗലിദാണ് ഇറങ്ങി വിചാരിച്ചു, മങ്കൂസ് മൗലിദ്. അപ്പം ഇല്ല ബൈത്തിന്റെ സാക്കിൻ ഹൂലൈസ മുസ്താജ് ഇലസ്തുറിയ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണല്ലോ. അത് തന്നെ. അപ്പൊ ആ മങ്കൂസ് മൗലിദാണ് ആദ്യം ഉണ്ടായതെങ്കിൽ പിന്നീട് പല വ്യക്തികളെയും കുറിച്ച് പല മൗലിദുകൾ ഉണ്ടായി, അല്ലേ? അപ്പൊ ഒരു ഖബറിന്റെ അടുക്കൽ ചെന്ന് നിൽക്കുന്നതിന് കുഴപ്പമില്ല എന്ന് കണ്ടാൽ വേറെ പല ഖബറിന്റെയും അടുക്കൽ പോയി നിൽക്കും. ഒരു ബിംബത്തെ ഉണ്ടാക്കുന്നതിന് കുഴപ്പമില്ല എന്ന് കണ്ടാൽ ഒരുപാട് ബിംബങ്ങൾ ഉണ്ടാക്കി വെക്കും. ഒരാളോട് സഹായം തേടുന്നതിന് കുഴപ്പമില്ല, അള്ളാഹ് അല്ലാത്ത ഒരാളോട് സഹായം തേടുന്നതിന് കുഴപ്പമില്ല എന്ന് കണ്ടാൽ പിന്നെ ആരോടെല്ലാം സഹായം ചോദിക്കും. അതാണ് വിഷയം. അപ്പൊ അള്ളാഹെ മാത്രമേ ആരാധിക്കാവൂ എന്ന് കണ്ടാൽ പിന്നെ ഒന്നുമില്ല, ഒരു പ്രശ്നവുമില്ല. അള്ളാഹെ മാത്രമാണ് സൂക്ഷിച്ച് ജീവിക്കേണ്ടത്. അള്ളാഹെയാണ് പേടിക്കേണ്ടത്, അള്ളാഹെയാണ് ആരാധിക്കേണ്ടത്. അവനാണ് ഖാലിഖ്, അവനാണ് ബാരി, അവനാണ് മുസവ്വിർ. ഖലഖകും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടോ? സംശയമൊക്കെ പാടുണ്ട്, ഒക്കെ പപ്പം മറന്നു പോവാം. സംശയങ്ങളൊക്കെ മറന്നു. അപ്പോഴും നിങ്ങൾ സംശയം വന്നാൽ അവിടെ എഴുതി വെക്കണം. അല്ല, ഇതിപ്പോ നമ്മള് കേൾക്കില്ല, നമുക്ക് ആ ഉസ്താദ് പറഞ്ഞതൊക്കെ നന്നായി മനസ്സിലാവും. ഇപ്പൊ ഖുർആന്റെ ക്രോഡീകരണം എങ്ങനെ നടന്നു, അത് എന്താണ് ഏതാന്നുള്ളതൊക്കെ ഒക്കെ മനസ്സിലായില്ലേ? എനിക്ക് അങ്ങനെ ചോദിക്കണം ഇടക്കിടക്ക്, എനിക്ക് മനസ്സിലാവും. അല്ല, അത് നമ്മളിത് നീ കേൾക്കുമല്ലോ, ക്ലാസ് ഇടയ്ക്കിടയ്ക്ക് കേട്ടാ മതി. എപ്പോഴും ഉസ്താദ് പറഞ്ഞു തരില്ലല്ലോ, ഈ പിള്ളേർ കേൾക്കുക, പിന്നെ നമുക്ക് സംശയം വരും, നമുക്ക് ചോദിക്കാം. ഇനി ഇത് കേട്ടിട്ട് സംശയം ഉണ്ടോ നിങ്ങൾ എഴുതി വെച്ചിട്ട് നാളെ 8:30, അടുത്ത ക്ലാസ്സിൽ 8:30 ചോദിക്കും. 8:30 പോലെ 8:45 വരെ അടുത്ത ക്ലാസ്സിൽ അല്ലേ? ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ 8:30 മുതൽ 8:45 വരെ സംശയം ചോദിക്കാനുള്ള അവസരം. ജമ്മായിട്ട് പറഞ്ഞത് ദുൽമത്തുൻ ജംഉഹു ദുലുമാത്തുൻ. ദുൽമത്തുൻ അത് പറഞ്ഞായിരുന്നു ആദ്യം. റായിദും വറുപ്പും മുഫ്രദായിട്ടാണ് വന്നിരിക്കുന്നത്. അതെ ബഹുവചനം. അതെ, മറ്റേത് ബഹുവചനാണ്. അതെ ബഹുവചനം. നമ്മൾ ദുലുമാത്തുൻ പറഞ്ഞപ്പോ ഇന്ന ദുലുമാത്തുൻ യൗമൽ ഖിയാമത്ത്. അപ്പൊ അക്രമം എന്ന് പറയുന്നത് എന്താണ്? ദുലുമാത്തുൻ, അന്ധകാരങ്ങളാണ്. ഒരു ടൈപ്പ് അന്ധകാരമല്ല, നമ്മൾ കാണുന്ന അന്ധകാരമാകുന്ന എന്തല്ല, ഒരു കൂരിട്ടാകുന്ന ഇരുട്ട് മാത്രമല്ല, പല തരത്തിലുള്ള അന്ധകാരങ്ങളാണ്, അല്ലെ? അന്ധവിശ്വാസങ്ങൾ ഏതെല്ലാം രീതിയിൽ വരുന്നുണ്ട്, അത് ഓരോന്നും അന്ധകാരങ്ങളാണ്. അതെന്താണ്? വിശ്വാസപരമായ അന്ധകാരങ്ങളാണ്. സദാചാരപരമായ അന്ധകാരം നോക്കിക്കേ. ഇപ്പം ഏതോ ഒരു ബിസിനസ്സുകാരനെ പിടിച്ചു, സത്യം എന്താണ് അസത്യം എന്താണ് നമുക്കറിയില്ല. നേരത്തെ അതിന് മുമ്പ് കലാകാരന്മാരെ പിടിച്ചു, അതിന്റെ യാഥാർത്ഥ്യം നമുക്കറിയില്ല, അതിന്റെ യാഥാർത്ഥ്യം ഒന്നും വെളിവാക്കപ്പെട്ടില്ല. അപ്പൊ എന്താ സദാചാരത്തിന്റെ ഭാഗത്തുള്ള വെളിച്ചം? എന്താ വല്ല വെളിച്ചമുണ്ടോ? അപ്പൊ സദാചാര മേഖലയിൽ
അന്ധകാരമാണ്, അന്ധകാരാവൃതമാണ്. രാഷ്ട്രീയ മേഖല എടുത്ത് നോക്കിയാലോ, രാഷ്ട്രീയ മേഖലയിൽ വല്ല വെളിച്ചമുണ്ടോ? വല്ല വെളിപാടും, തലയ്ക്ക് വെളിപാടും വല്ലതും ഉണ്ടോ? അപ്പൊ അതെന്താണ്? വേറൊരു അന്ധകാരമാണ്. എന്താ പറയണ്ടേ? വിദ്യാഭ്യാസ രംഗം എടുത്ത് നോക്കിയേ. വിദ്യാഭ്യാസ രംഗം വെളിപാടുള്ള വിദ്യാഭ്യാസ രംഗമാണോ? വിദ്യാഭ്യാസ മന്ത്രിയെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ എന്ത് ചെയ്തു? എടുത്തു കളഞ്ഞു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ. ഇതെല്ലാം തുടങ്ങി വെച്ചതിന്റെ ബീജാഭാവം നൽകിയതിന്റെ. കാരണം ആ ഒരു പേരെന്തായിപ്പോയി? അറബി പേരായിപ്പോയി. അതുകൊണ്ട് എന്ത് ചെയ്തു? അയാളെ പേര് വെട്ടി മായ്ച്ചു കളഞ്ഞു. അങ്ങനെ ഓരോന്നും എടുത്തു നോക്കിയാൽ പിന്നെ ആ വേണ്ടതും വേണ്ടാത്തതുമൊക്കെ. അടുത്ത ചന്ദ്രയാൻ വരാൻ പോകുന്നു. പക്ഷെ പാവപ്പെട്ടവന് നീതി കിട്ടുന്നോ? രണ്ട് ഭാഗങ്ങൾ, ഉപഗ്രഹത്തിന്റെ രണ്ട് ഭാഗങ്ങൾ അന്തരീക്ഷത്തിൽ വെച്ച്, എന്താ പറയാ, ശൂന്യാകാശത്ത് വെച്ച് സംയോജിപ്പിക്കാൻ വേണ്ടിയുള്ള സാങ്കേതിക വിദ്യ പഠിച്ചു കഴിഞ്ഞു. പക്ഷേ നീതിയുടെ ലെവലേശം ജനങ്ങൾക്ക് കിട്ടുന്നുണ്ടോ? നീതിന്യായ വ്യവസ്ഥയിൽ എവിടെയാണ് വെളിച്ചമുള്ളത്? ജംഷി എന്താ പറയുക? എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ആയി എന്നാണോ? ലഅല്ലക്കും എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ ആയേക്കാം, അതെങ്ങനെയാ വന്നത്? ലഅല്ല എന്ന് പറയുന്നത് സാധ്യതയുടേതും അതേപോലെ തന്നെ ആകാൻ വേണ്ടി എന്ന അർത്ഥത്തിലുമാണ് ഉപയോഗിക്കുക. അപ്പൊ പോസിബിലിറ്റി വരുന്ന ചില സന്ദർഭത്തിൽ എന്താണ്? ഉദാഹരണം, എന്ന് പറഞ്ഞിടത്ത് എന്താണ്? നീ അവരുടെ പിന്നാലെ പോയി ആത്മാഹൂതി വരുത്തുമായിരുന്നു എന്നതാണ്. അവിടെ എന്താണ്? സാധ്യതയുടേതല്ല, അല്ലയാണ്. അതേസമയം ലഅല്ലക്കും തത്തപ്പോൾ ഒരു കാര്യം അല്ല പറഞ്ഞിട്ട്, അല്ല ഒരു കാര്യം പറഞ്ഞിട്ട് ലഅല്ലക്കും എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ അർത്ഥം? ഒരു കാര്യം പറഞ്ഞു. ഇപ്പൊ ഉദാഹരണം, ഈ ആയുഹന്നാസുളമ്പക്കും ഇവിടെ എന്താ പറഞ്ഞത്? നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി എന്ന് പറഞ്ഞിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങൾ അള്ളയെ ഇബാദത്ത് ചെയ്യുക. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചതായ അള്ളയെ നിങ്ങൾ ഇബാദത്ത്, റബ്ബിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക. നിങ്ങളെ രക്ഷിതാവിനെ നിങ്ങൾ ഇബാദത്ത് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞു? നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടി. അപ്പൊ ലാലക്കും തത്തക്കും എന്ന വാക്ക് പറഞ്ഞു. അപ്പൊ ലാലക്കും തത്തക്കും, അപ്പം നിങ്ങൾ ഇബാദത്ത് ചെയ്താൽ ആയേക്കാം എന്നാണോ? അങ്ങനെയല്ല. അതിന് വേണ്ടിയാണ് നിങ്ങൾ ഇബാദത്ത് ചെയ്യാൻ പറയുന്നത്. കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. പോസിബിലിറ്റി അവിടെ അല്ല, ഫോർ ദാറ്റ് പർപ്പസ് എന്നാണ്. നിങ്ങൾ എന്ത് ചെയ്യാ? കുത്തിബ നിങ്ങൾക്ക് വ്രതം നിർബന്ധമാക്കിയിരിക്കുന്നു, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്തിനു വേണ്ടി? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മതയുള്ളവരാകുന്നതിന് വേണ്ടി. ഇത് എന്റെ ഗുരുനാഥനായ ഷേഖ് ഷഹാദത്തുൽ ഖൗൽ എന്ന് പറയുന്ന ഫലസ്തീൻ ഗുരുനാഥനുണ്ട്. രണ്ട് പ്രഗത്ഭ ഗുരുനാഥന്മാരുണ്ട് എനിക്ക്. ഷഹാദത്തുൽ ഖൗൽ എന്നും അതേപോലെ ജമാലുദ്ദീൻ അൽ ഖിർഷ്. ജമാൽ അൽ ഖിർഷ് സൗദിയിലുള്ള സമയത്ത് അതെ, അവര് വിശദീകരിച്ച പ്രകാരമാണ് ഞാൻ പറയുന്നത്. ഓക്കെ സർ, ക്ലിയർ ആയി. അല്ലാതെ ഇവിടെ എവിടെയും പറഞ്ഞതല്ല. പിന്നെ നമ്മൾ ഈ വ്യാഖ്യാനങ്ങളും ട്രാൻസ്ലേഷനൊക്കെ വായിച്ച് സൂക്ഷ്മതയോട് വായിച്ചൊക്കെ ഇതൊക്കെ അതിനകത്ത് ഉണ്ടാവും. പക്ഷെ ചില സ്ഥലങ്ങളിൽ അത് വന്നിട്ടില്ലെങ്കിൽ അതിന്റെ അർത്ഥം അവര് സൂക്ഷ്മമായി പരിശോധിച്ചിട്ടില്ല എന്നാണ്. ഞാൻ ഇത് പറഞ്ഞതിന് ശേഷം പിന്നീട് അറബി തഫ്സീറൊക്കെ നോക്കി. അപ്പോൾ അതിലൊക്കെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. അവർ പറഞ്ഞു തന്നെയാണ് എഴുതിയിരിക്കുന്നത്. പക്ഷേ ജനങ്ങൾ ലഅല്ലക്ക് ഇങ്ങനെ അർത്ഥമുള്ളത് കൊണ്ട് പെട്ടെന്ന് ലഅല്ലക്കും തത്തഖൂൻ. എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യം അഫ്ളുല്ലമ പഠിക്കും. അഫ്ളുല്ലമ പഠിച്ചിട്ട് നേരെ അങ്ങ് ഇറങ്ങും, ക്ലാസ് എടുക്കാനും കുത്തുമ അടയാനൊക്കെ ഇറങ്ങും. അപ്പൊ അവിടെയൊക്കെ എന്താണ്? ഈ സാധ്യതയാണ് പറയുന്നത്. അപ്പൊ ഉടനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അവിടെ പറയുന്നിടത്തൊക്കെ ഈ സാധ്യതയാണ് വരിക. എല്ലാ സ്ഥലത്തും ലഅല്ലക്ക് അങ്ങനെയല്ല അർത്ഥം. അപൂർവ സ്ഥലങ്ങളിൽ മാത്രമേ സാധ്യത വന്നിട്ടുള്ളൂ. ഖുറാനിൽ സാധ്യത ഉപയോഗിച്ചിട്ടുള്ളൂ. അല്ല, എനിക്ക് സാധ്യത എന്ന അർത്ഥം ഉപയോഗിച്ചിട്ടുള്ളൂ. അയക്കാം,
എന്ന അർത്ഥം ഉപയോഗത്തിൽ ഉപയോഗിച്ചുള്ളൂ. ബാക്കിയെല്ലാം കൽപ്പനയ്ക്ക് ശേഷം വരുന്നതെല്ലാം എന്താണ്? നിങ്ങൾ അങ്ങനെ ആകുന്നതിന് വേണ്ടി എന്നാണ്. ഓക്കെ, വേറെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ ആഴത്തിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൂടുതൽ ഗ്രഹിക്കാനും ഒരാശയം ഞാൻ പറഞ്ഞു, അതിനെക്കുറിച്ച് കൂടുതൽ വായിച്ചു നോക്കുക. ഞാൻ പറഞ്ഞു എന്താ വായിക്കേണ്ടത്? ഇനി നമ്മള് മലയാളം തഫ്സീറല്ല വായിക്കേണ്ടത്, നിങ്ങൾ അറബി തഫ്സീർ വായിക്കുക. ഒരു ദിവസം വായിച്ചാൽ ഒന്നും മനസ്സിലായില്ലെന്ന് വരാം, അടുത്ത ദിവസം വായിച്ചാൽ 25% മനസ്സിലാവും. വീണ്ടും വായിക്കുക. ഞാൻ കേൾക്കാൻ വേണ്ടി ഒരു അറബി തഫ്സീർ തന്നായിരുന്നു, ഒരു വ്യാഖ്യാനം. അത് ഈ ആഴ്ച ഇട്ടിട്ടില്ല. ഈ ആഴ്ച കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ടാർഗറ്റ് ഒന്നും അച്ചീവ് ചെയ്തില്ല, അങ്ങനെ കുറെ ഇതുണ്ടായിരുന്നു. ഈ ആഴ്ച ഇതിന്റെ ഒരു ഭാഗം ഇട്ട് തരും. ആ ഒരു വീഡിയോ നിർബന്ധമായും കേൾക്കണം. പറഞ്ഞ അയിനാണ് കേട്ടോ. ഒരു വീഡിയോ നിർബന്ധമായും കേൾക്കണം. എന്തിനാണെന്ന് ചോദിച്ചാൽ അതൊക്കെ സ്ഫുടമായ ലളിതമായ അറബി വാക്കുകളാണ്, നമ്മൾ പഠിച്ചിട്ടുള്ള സ്ഫുടമായതും ലളിതമായ അറബി ഭാഷയിലുള്ള. അദ്ദേഹം എന്താ പറയാ, നല്ല മൻഹജ് ഉള്ള ആളുമാണ്. അതായത് നമ്മൾ മനസ്സിലാക്കുന്ന രീതിയിലുള്ള സലഫ് സാലിഹുകളുടെ മൻഹജ് ഫോളോ ചെയ്യുന്ന ആളും കൂടിയാണ്. ലളിതമായ അറിവ് ഭാഷയാണ്, സ്ഫുടമായ അറിവ് ഭാഷയാണ്, അതേപോലെ സംക്ഷിപ്തമായ വ്യാഖ്യാനമാണ്. ഇതെല്ലാം കൊണ്ടാണ് ഞാൻ അത് തന്നെ സെലക്ട് ചെയ്തത്. നമ്മൾ ആരെങ്കിലും ഒരാളെ നമ്മൾ ഫോളോ ചെയ്തില്ലെങ്കിൽ നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിപ്പോകും. ഇത് തുടർച്ചയായി സൂറത്തുൽ ബഖറ കംപ്ലീറ്റ് അദ്ദേഹത്തിന്റെ വീഡിയോ യൂട്യൂബിലുണ്ട്. ബഖറ അല്ല, മിക്കവാറും ഖുർആന്റെ ഭാഗത്ത് എനിക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. ഞാൻ പല ഭാഗം നോക്കിയപ്പോൾ എല്ലാം അതിന്റെ ഒക്കെ അതിനകത്തുണ്ട്. ഉസ്താദ് പറഞ്ഞിരുന്നില്ല പിന്നെ നോട്ട്സ് എഴുതി വെക്കാൻ കേട്ടിട്ട്? എന്താ പറഞ്ഞത്? നോട്ട്സ് ശരിയായ രീതിയിലുള്ള നോട്ട്സ് എഴുതി വെക്കാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പൊ ഏതാണ്? ഒരുപാട് പല ആൾക്കാരും പല രീതിയിലല്ലേ ഇട്ടേക്കുന്നത്. ഇത്തഖുല്ലാഹ മാൽ മുത്തഖീൻ എന്നൊക്കെ പറഞ്ഞത്. നിങ്ങൾ എന്ത് കണ്ടെത്തി? എഴുതിയിട്ടിട്ടുണ്ട്. എന്തായാലും എഴുതി ആയത്ത്, നിങ്ങൾ ആയത്ത് അങ്ങനെ തന്നെയാണ് എഴുതിയിട്ടത്. കുറെ പേര് ആയത്ത് അങ്ങനെ തന്നെ എഴുതിയപ്പോ എനിക്ക് നോക്കാൻ പറ്റില്ല, നോക്കാൻ എനിക്ക് ഇഷ്ടം തോന്നുന്നില്ല. ഞാൻ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടിയോ? ഏത് കാര്യം പറഞ്ഞതിന് ശേഷമാണ് ഇത്തഖു എന്ന് പറഞ്ഞത്? ഞാൻ ചോദിച്ചത്. അപ്പൊ നിങ്ങൾ ആയത്ത് കംപ്ലീറ്റ് എഴുതിയിട്ട് അടി വരയിട്ടാല് ഇത്തഖുവിന്റെ അടിയിലാണ് നിങ്ങൾ വരയിട്ടിരിക്കുന്നത്. നിങ്ങളാവുമെന്ന് എനിക്കറിയില്ല, അങ്ങനെയാണ് ആൾക്കാർ ഉത്തരം എഴുതിയിരിക്കും. ആയത്ത് മുഴുവൻ എഴുതിയിട്ട് ഇത്തഖു എന്നുള്ള അടിയിൽ വരയിട്ട്. നമുക്ക് ഇനി ഇത്തഖു അല്ല വേണ്ടത്. ഇത്തഖു പറഞ്ഞതിന് മുമ്പ് എന്താ പറഞ്ഞത്? അല്ലെങ്കിൽ മുത്തഖീൻ എന്ന് പറഞ്ഞതിന്റെ അൽ മുത്തഖീൻ എന്ന് പറഞ്ഞിടത്ത് എന്താ പറഞ്ഞത്? ഉസ്താദ് ശരിയായ നോട്ട്സ് എഴുതെന്ന് പറഞ്ഞത് മറ്റേ ആ മീനിങ് ഇട്ടതിന്റെ അല്ലേ പറഞ്ഞത്? ഖദ എന്നുള്ളത് ഖാദ എന്ന് എഴുതാൻ വേണ്ടിയല്ലേ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞോ? ഉസ്താദ് അങ്ങനെ ഇട്ടായിരുന്നു. നോക്കണം. ഞാൻ എന്താന്ന് എഴുതിയിട്ട് നിങ്ങൾ അപ്പോഴും അതിന് മറുപടി തരണം. ഞാൻ അല്ലാതെ അടുത്ത ക്ലാസ് ഇട്ട് കഴിയുമ്പോ പിന്നെ പഴയ ക്ലാസ്സിന് ഒന്നും ഇടരുത്. ഉസ്താദ് ആദ്യം അങ്ങനെ ഇട്ടത് അല്ല? അതിന്റെ അല്ല. ആരാ പറയുന്നേ? എനിക്ക് മനസ്സിലാവില്ല. ആരാ പറയുന്നത് മനസ്സിലാവുന്നില്ലേ? ആളെ മനസ്സിലാവില്ല. ആളെ മനസ്സിലാകുന്നതല്ല, കാര്യം മനസ്സിലാകുന്നു. കാര്യം മനസ്സിലാവില്ല. അങ്ങനെയല്ല പറഞ്ഞേക്കണേ ഉസ്താദ്. ഇത് ശരിയായ രീതിയിലുള്ള നോട്ട്സ് എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് പരീക്ഷയ്ക്ക്, എക്സാമിന്. ഇല്ലെങ്കിൽ ഉസ്താദ് അതിന്റെ ഡീറ്റെയിൽസ് തന്നാലും മതി. എല്ലാവരും എല്ലാ മെസ്സേജും വായിക്കുക. ഉത്തരം കണ്ടെത്താൻ കഴിയാത്തവർ മറ്റുള്ളവരുടെ ഉത്തരം വായിച്ചു നോക്കി അത് ശരിയാണ് എന്ന് തോന്നുന്നവ നോട്ട്ബുക്കിൽ എഴുതി വെക്കുക. അത് ഉപയോഗിച്ച് പരീക്ഷയ്ക്ക് പഠിക്കാവുന്നതാണ്. ശരിയാണ് നിങ്ങൾക്ക് തോന്നുന്നവ എഴുതി വെക്കാനാണ് പറഞ്ഞത്. ബിസിനസ് ചെയ്ത് എഴുതിയിട്ടുണ്ട് ഒരു 14 പേജ്. അതുപോലെയാണ് ഉസ്താദ് ഉദ്ദേശിക്കുന്നത്? നമുക്ക് അത്ര ഇത് വായിക്കാനുള്ള സമയം ഇല്ലല്ലോ. എല്ലാ ജോലിയും നടക്കണ്ട. എങ്ങനെ എഴുതിയത്? ഞാനത് വായിച്ചു ഓപ്പൺ ചെയ്യണം നോക്കിയപ്പോ നിങ്ങൾ കുറെ പേജാണ് എഴുതിയിട്ടുണ്ട്. പ്രതീക്ഷിക്കുന്നത് ഞാൻ ചോദിക്കുന്നു. സേതു സാഹിബ് എഴുതി ഒന്നുകൂടെ ഫോർവേഡ് ചെയ്യണേ. ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. ഒന്നുകൂടെ ഇടുക, കാരണം ഇത് കുറെ വന്നിട്ടുള്ള എനിക്ക് സെർച്ച് ചെയ്യാൻ പറ്റുന്നില്ല.
അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഞാൻ പിൻ ചെയ്താലും മതി. ആ നിങ്ങൾ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്താൽ എളുപ്പം, നിങ്ങൾ അതിലേക്ക് പോകുന്നത് വരെ. എന്റെ അടുത്ത് ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ഇട്ടിരുന്നു. അൽ മുഅ്ജമുൽ മുഫ്ഹാസ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്ക്. അൽ മുഅ്ജം അൽ മുഅ്ജം അൽ മുഫ്ഹാസ്. ഓക്കെ. അൽ മുഅ്ജമുൽ മുഫഹരിസ്, അൽ മുഅ്ജമുൽ മുഫഹരിസ് അൽഫാദുൽ ഖുർആനിൽ കരീം. ഇതാണ് എന്റെ കയ്യിലുള്ളത്. നമുക്ക് ഏത് വേർഡും ഇതിൽ കിട്ടും. അതിൽ ഡിക്ഷണറി നോക്കുന്ന പോലെ നോക്കണം. അത് അറബിക് ഡിക്ഷണറി ആണോ പറഞ്ഞത്? അറബി അല്ലാത്ത ഒരു സംഭവം നമ്മൾ റെഫർ ചെയ്യാൻ പറയുന്നില്ല. ഇത് ഡിക്ഷണറി അല്ല. നമ്മൾ ഏത് വാക്ക് ഖുർആനിലുള്ളത് ഏത് വാക്ക് എടുത്താലും ഡിക്ഷണറി തന്നെയാണ്. അതൊരു തരം ഡിക്ഷണറിയാണ്. മുഅ്ജം എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി എന്നാണ് അർത്ഥം. മുഅ്ജം എന്ന് പറഞ്ഞാൽ തന്നെ ഡിക്ഷണറി എന്നാണ് അർത്ഥം. പക്ഷെ ആ ഡിക്ഷണറിയിൽ മീനിങ് അല്ല ഉള്ളത്, മറിച്ച് എന്താണ്, പദങ്ങളുടെ ക്രമമാണുള്ളത്. പദങ്ങൾ, ഓരോ പദവും ഏതെല്ലാം സൂക്തങ്ങളിൽ വന്നിട്ടുണ്ട്, ഏതെല്ലാം സൂറത്തിൽ ഏതെല്ലാം സൂക്തങ്ങളിൽ വന്നിട്ടുണ്ട്, അതാണ് എഴുതിയിരിക്കുന്നത്. അത് വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം. അൽ മുഅ്ജമുൽ മുഫഹരിസ്. അപ്പൊ ഗൾഫിൽ നിന്ന് വരുന്നവരൊക്കെ അത് വാങ്ങിക്കേണ്ടി വരും. അൽ മക്തബയിലുണ്ട്. എവിടെ? അൽ മക്തബ. അൽ മക്തബ നമ്മുടെ ഇവിടെ ഉണ്ടോ? ഈ കോഴിക്കോട് സ്ഥാപനം ഉണ്ടല്ലോ. അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഡൗൺലോഡും ചെയ്യാം. ഡൗൺലോഡ് ചെയ്യുന്നത് നല്ല ഡൗൺലോഡ് ചെയ്യാം. പുസ്തകം വാങ്ങിക്കാം. 200 പുസ്തകം വാങ്ങാണല്ലോ നല്ല. ഇത് അന്ന് 80 രൂപയുള്ളൂ. നിങ്ങൾ അവിടുത്തെ മക്തബയാണ് പറഞ്ഞല്ലേ? സൗദി കൊണ്ടുവന്നാണ്. ഇവിടെ നമ്മുടെ കോഴിക്കോട് സ്ഥാപനം ഉണ്ടല്ലോ, എന്താണ് പറയുന്നത്, എജ്യുമാർട്ട് കിട്ടും. ഒരു വിധമുള്ള കിതാബെല്ലാം എജ്യുമാർട്ട് കിട്ടും. അതിന്റെ ബ്രാഞ്ചസ് പല സ്ഥലങ്ങളും കാണും, അവിടെ കിട്ടും. അത് ചോദിച്ചു വരുത്തിയാൽ മതി. അള്ളാഹു ഖുർആൻ യഥാവിധി വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും തൗഫീഖ് ചെയ്യട്ടെ. ആഴത്തിൽ ഗ്രഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ, അതിനുള്ള അവസരം നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين. إلى اللقاء بإذن الله والسلام عليكم ورحمة الله وبركاته. وعليكم السلام ورحمة الله وبركاته. جزاكم الله خيرا. آمين إن شاء الله. إياكم.